നമസ്കാരം. നാട്ടുവർത്തമാനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം എന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ആദ്യം നമുക്ക് പരിചയപ്പെടാം. PK ഷിഫാസ് AIYFൻ്റെ കൊച്ചി മണ്ഡലം സെക്രട്ടറിയും സേവ് കൊച്ചി എന്ന ലഹരി വിരുദ്ധ സംഘടനയുടെ ഭാരവാഹിയുമാണ്. സ്വാഗതം ഷിഫാസ്. ശ്രീ PG ലോറൻസ്, നമുക്കറിയാം അദ്ദേഹം സബ് ഇൻസ്പെക്ടറായി വിരമിച്ച വ്യക്തിയാണ്. ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കുന്നതിന് ഏറെക്കുറെ പ്രയത്നിച്ച ആളാണ്. സ്വാഗതം ലോറൻസ് സാർ. ശ്രീ KA അജേഷ് CPIMൻ്റെ കൊച്ചി ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിത്വമാണ്. സ്വാഗതം അജേഷ്. ശ്രീമതി പ്രസീത കൗൺസിലർ ആണ്, ഒപ്പം സോഷ്യൽ വർക്കറാണ്. ഒരുപാട് കുട്ടികളെയും രക്ഷകർത്താക്കളെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ തമ്പി സുബ്രഹ്മണ്യം, പൊതുപ്രവർത്തക രംഗത്തും എല്ലാം വളരെ സജീവമായി ഇടപെടുന്ന KPCC സെക്രട്ടറി കൂടിയായ തമ്പി സുബ്രഹ്മണ്യത്തിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് തമ്പിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ലഹരി എന്നുള്ളത് മുമ്പത്തെ ലഹരിയല്ല. ഇപ്പോൾ ലഹരിക്ക് പല പേരുകളാണ്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള പല പേരുകളിലാണ് ലഹരി അറിയപ്പെടുന്നത്. ഇത്തരത്തിലേക്ക് ലഹരിയുടെ വലയിൽ കൂടുതൽ യുവത്വം ഇപ്പോൾ വിദ്യാർത്ഥികളും ആ വലയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തമ്പി സുബ്രഹ്മണ്യം വിലയിരുത്തുന്നത്? നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച കേരളത്തിൻ്റെ പൊതുസമൂഹം അടുത്ത കാലത്തായിട്ടാണ് കൂടുതലായി ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. യുവത്വങ്ങളുടെ ഇടയിൽ നടക്കുന്ന കൊലപാതകങ്ങളും വീടുകളിലെ കൂട്ടാത്മഹത്യകളും കൂട്ടക്കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരിയെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായി മുമ്പോട്ട് പോകുമ്പോൾ, പക്ഷെ അതിനെക്കാട്ടി മുമ്പേ നമ്മുടെ യുവത്വങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ പണ്ടൊക്കെ ക്യാമ്പസുകളിലായിരുന്നു ചില ലഹരി കേന്ദ്രീകൃതമായ വിഷയങ്ങൾ നിലനിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി തലം മുതൽ അതിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ പോലും ഇതിനെ ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം, ഇത് വിൽക്കാൻ വേണ്ടി വന്ന് വിദ്യാർത്ഥികളെ ആ ട്രാപ്പിൽപ്പെടുത്തി അതൊരു ബിസിനസ് രംഗമായി കണ്ടെത്തി മുമ്പോട്ട് പോകുന്ന കടന്നു വരുന്ന വ്യക്തിത്വങ്ങൾ, അവരിൽ പലരും ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുവാനുണ്ടായ കാരണം, ഇപ്പോഴാണ് MDMA കുറിച്ചുള്ള ഒരു ചർച്ച 5 വർഷമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ളത്. 2 ചെറിയ പഞ്ചസാര തരികൾ ഒന്ന് പൊടിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ചെറിയ പൊതി, ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ 500 രൂപക്ക് വാങ്ങും, 1800 രൂപക്ക് വിൽക്കും. ഒരു പൊതി വിൽക്കുമ്പോൾ തന്നെ ഇവന് കിട്ടുന്നത് 1200 രൂപയാണ്. 2 പൊതി വിൽക്കുമ്പോൾ ഇവന് കിട്ടുന്നത് 2400 രൂപയാണ്. ഒരു ദിവസം 2400 രൂപയുടെ വരുമാനം അരമണിക്കൂർ കൊണ്ട് ഇവൻ നേടിക്കഴിഞ്ഞാൽ ഇവൻ സാധാരണ ഒരു ഡെയിലി വേജസിന് ജോലിക്ക് പോകുന്ന ആളെക്കാട്ടിയും ശാരീരിക അധ്വാനമില്ലാതെ വേർപ്പൊഴുക്കാതെ ഈ 2500 രൂപ ഒരു ദിവസം ഇത് വിൽക്കാൻ തയ്യാറാകുന്നവന് കിട്ടുമ്പോൾ അവനതുമായി പോയി അവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. പിന്നെ ആരെങ്കിലും അവനെതിരെ പ്രാദേശിക തലത്തിൽ പ്രതിരോധ ശ്രമങ്ങളുമായി മുമ്പോട്ട് വരുമ്പോൾ, അവൻ്റെ മേഖലകളിൽ അവന് വിഖ്യാതമായ ആരെങ്കിലെയൊക്കെ കണ്ടു കഴിയുമ്പോൾ, പിന്നെ ഏത് രീതിയിൽ അവന് തടസ്സം വരുന്ന മേഖലകളിൽ വരുന്ന ആളുകളെ ഏത് വിധേനയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം, അതിനു വേണ്ടിയിട്ടുള്ള ശൃംഖല താഴെത്തട്ടിൽ വളരെയധികം കേന്ദ്രീകൃതമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് പല വ്യക്തിത്വങ്ങളും പലപ്പോഴും പോലീസ് പിടിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ഇത്ര ഗ്രാമിൽ താഴെയാണെങ്കിൽ കേസെടുക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ സാക്ഷി പറയുന്ന ആളുകൾ കോടതികളിൽ എത്തിക്കഴിയുമ്പോൾ പോലീസ് നിർബന്ധിച്ചായിരിക്കും ചില മേഖലകളിൽ നിന്ന് സാക്ഷികളെ കണ്ടെത്തുന്നത്. സാക്ഷി പറയുന്ന ആളുകൾ വഴിമാറിപ്പോകും. ഇതൊക്കെയായി വരുമ്പോൾ ഇതിൻ്റെ വ്യാപനത്തിന് യാതൊരുവിധ കുറവുകളുമില്ല. ഇതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ നിയമരംഗത്ത് സമൂലമായ ഒരു മാറ്റം സിവിൽ കോഡിനകത്ത് കൊണ്ടുവന്നാൽ മാത്രം. അതിനെക്കാട്ടിയും ഉപരിയായിട്ട് ഇന്നലെ ഒരു കേന്ദ്ര നിയമം കേരള നിയമസഭയിൽ പോലും ചർച്ച ചെയ്തപ്പോൾ 2 or 3 തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ പ്രതിയായിരുന്ന ആളുകളെ കരുതൽ തടങ്കലിൽ വെക്കുന്നത് പോലെയുള്ള കാപ്പ പോലെയുള്ള തനതായ നിയമങ്ങളെക്കുറിച്ച് കേരള നിയമസഭ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്നലെ ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. പോയില്ല എന്നുണ്ടെങ്കിൽ ഭാവി കേരളത്തിൻ്റെ ഒരു തലമുറ ഈ മസ്തിഷ്കം തന്നെ നിലച്ചു പോകുന്ന രീതിയിലേക്ക് മുമ്പോട്ട്. ലോറൻസ് സാറ് ഈ രംഗത്ത്
ഏറെ പ്രവർത്തിച്ച ഒരാളാണ്. ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ പോലീസിന് മേൽ സമ്മർദ്ദം ഉണ്ടാകാറുണ്ടോ? അവരെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെട്ടു. മിക്കവാറും കേസുകളിൽ നമുക്ക് അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം, രാജ്യം എന്ന നിലയിൽ നമുക്കറിയാം, പൊതുപ്രവർത്തകർ ജനങ്ങളുടെ ക്ഷേമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് പല കാര്യങ്ങളിലും അവർ ഇടപഴകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സമ്മർദ്ദങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ചിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ ഇച്ഛാശക്തി അനുസരിച്ചുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റാവുന്ന, നമുക്കറിയാം ചിലപ്പോൾ ചില കേസുകളിൽ ചില കുട്ടികൾ അല്ലെങ്കിൽ ചില ചെറുപ്പക്കാർ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇരയാക്കപ്പെടുകയായിരിക്കും. അപ്പോൾ മനുഷ്യന് പറ്റുന്ന ചില അബദ്ധങ്ങളിൽ, പെട്ടുപോകലുകൾ, അത് സ്ഥിരമായിട്ട് അവൻ്റെ ഒരു രീതിയല്ല എന്ന് ബോധ്യമാകുന്ന അവസരങ്ങളെല്ലാം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫാക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ എന്തെങ്കിലും സാധ്യമായ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അതേസമയം തന്നെ ശക്തമായ രീതിയിൽ ഈ ഒരു എക്സിക്യൂട്ടീവ് ഏജൻസി എന്ന നിലയിൽ ശക്തമായ രീതിയിൽ തന്നെ ഇതെല്ലാം ഈ പറയുന്ന ഇടപെടലുകൾ ഇല്ല എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ തരംതിരിച്ച് അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞുകൊണ്ട് ആണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അജേഷേ, പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്ത വിഷയമാണ് കേരളത്തിലെ ലഹരി വ്യാപനത്തെ സംബന്ധിച്ച്. അജേഷിൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്തെ വീക്ഷണത്തിൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പൊതുരംഗത്ത് നിൽക്കുന്നവർ ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് പറയുന്നതിന് മുമ്പ് ഞാൻ തമ്പിയോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ പറയാം. ഒന്ന്, എങ്ങനെ ഇത് വിദ്യാർത്ഥികളിൽ എത്തുന്നു എന്നുള്ളതാണ്. 94കളിലാണ് എല്ലാ കലാലയങ്ങളിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അത് ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നത് 94കളിലാണ് അത് അവസാനിക്കുന്നത്. കലാലയം, സ്കൂൾ ഹൈസ്കൂൾ രാഷ്ട്രീയങ്ങൾ, അതെ, ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട്. അതുണ്ടായിരുന്ന സമയത്തൊക്കെ ആ രാഷ്ട്രീയപരമായി ഇടപെടുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾ വഴിതെറ്റിപ്പോകാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് സ്കൂളുകളിൽ നിയന്ത്രിക്കാൻ, അധ്യാപകർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ സ്കൂളുകൾ മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേറൊരു തരത്തിലൊരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതാണ്. മറ്റേതങ്ങനെയല്ല. കുട്ടികളെ പരസ്പരം കാണുകയും സംസാരിക്കുകയും രാഷ്ട്രീയപരമായി ഇടപെടുകയും അവർക്ക് വളരാൻ വേണ്ടിയുള്ള എല്ലാ കരുത്തും അവിടെ നിന്ന് ആർജിക്കാൻ കഴിയുമായിരുന്നു. ഒരാളും വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. ഇന്നങ്ങനെയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ആ രാഷ്ട്രീയം ആ സ്കൂളുകളിൽ നിന്നെടുത്ത് മാറ്റിയപ്പോൾ ഉണ്ടായൊരു വ്യത്യാസങ്ങളാണ് ഈ കണ്ടുവരുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് പോവാം. ഉണ്ടായിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാനിപ്പോൾ ഓർക്കാം. ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് എൻ്റെ ഒരു അനുഭവം ഓർക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ ഞാൻ ചെറുപ്പം മുതലേ വളരെ എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ്. പല തരത്തിലാണ്. ഒരു സമയത്ത് പന്ത് കളിക്കാൻ വേണ്ടി പോയിരുന്നു പരേഡ് ഗ്രൗണ്ടിൽ. ഇങ്ങനെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരു കാര്യം, 25 കുട്ടികൾ, ഒരു 19-25 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾ ഒരേ കളർ ജേഴ്സിയിൽ, നീലയും വെള്ളയും കൂടി ജേഴ്സി ഇട്ടുണ്ട് അവിടെ വന്നിരിക്കും. ഒരു ദിവസം പന്ത് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും കഞ്ചാവിൻ്റെ മണം. മറ്റൊന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുണ്ട് അതിൽ. എൻ്റെ ഞാൻ ഓർമ്മയിലുണ്ടെങ്കിൽ ഒരു 15-16 വയസ്സ് ഒരു പെൺകുട്ടി ഇഞ്ചക്ട് ചെയ്താണ്. ഞാൻ ഇങ്ങനെ പോന്നു. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാനവിടെ നിന്ന് പോന്നു. ഞാൻ പിറ്റേ ദിവസം ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ ചെല്ലുക. സാറൊന്നുമില്ല കേട്ടോ. ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ ചെല്ലുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014-15 കാലഘട്ടത്തിലാണ്. ഞാൻ ആ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എസ് ഐ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, ഒരു സഹായം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞു, ഒരു സഹായം ചെയ്യണം.
അജേഷ്, ഈ ഇവിടെ വരുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെയാണ് എത്തിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഒരു പൊതുസമക്ഷത്ത് പറയാം. ശരി, നമ്മളത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. ഞാനൊരു 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ കൊച്ചിക്കകത്ത് വന്ന മയക്കുമരുന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെയും വിവരങ്ങൾ, വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാം, എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെ എത്തിക്കണം, എല്ലാ ഡീറ്റെയിൽസും അത് ഫയലാക്കി SI കൊടുത്തു. അപ്പം SI എന്നോട് പറഞ്ഞു, അത് ഇതുകൊണ്ട് ആയില്ല, നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പിടിക്കണം. ഞാൻ പറഞ്ഞത് അത് പോലീസിൻ്റെ പണിയാണ്. നിയമപരമായി പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യണം. ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതാണ് ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സർക്കാർ തന്നെ എത്രയോ പദ്ധതികൾ, നിങ്ങൾ ചോദിച്ച പോലെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നമ്മുടെ നിയമസഭക്കകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങനെ പറയാം, ഗവൺമെൻറ് ആവുമല്ലോ, ഗവൺമെൻറ് തന്നെ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എടുക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ കേരളം മാറുകയാണ്. കേരളം മാറി കേരളത്തിൻ്റെ അകത്ത് ആകെ പൊതുചർച്ച മയക്കുമരുന്നിനെ കുറിച്ചാണ്. ഏതെങ്കിലും ഒരു ചെറിയ വേദികൾ, റെസിഡൻ്റ് അസോസിയേഷൻ ആവാം, ക്ലബ്ബുകളാവാം, അവിടെയുള്ള സംസാരങ്ങൾ പോലും മയക്കുമരുന്നിലേക്ക് ഒതുങ്ങിപ്പോവുകയാണ്. പ്രസംഗങ്ങൾ പോലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതുകൊണ്ടാണ് നിയമസഭക്കകത്ത് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകേണ്ടത്. നമ്മൾ ചോദിക്കാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കേരളത്തിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് മയക്കുമരുന്ന് എവിടെ നിന്ന് വരുന്നു? അതൊരു ചോദ്യമാണ്. എന്താ ചോദിക്കാതെ? വളരെ വെളിച്ചം പോലെ, പകൽ വെളിച്ചം പോലെ കടന്നൊരു സംഗതിയാണ് എവിടെ നിന്നാണെന്ന് ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് ഗുജറാത്തിൽ നിന്നാണ് ഇത്. ഗുജറാത്തിൽ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളുണ്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ എത്രയോ ഫാക്ടറികളുണ്ട്. അവിടെയെല്ലാം ഇത് ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിനുവേണ്ട സംസ്കൃത വസ്തുക്കൾ അവിടെ മുദ്ര പോർട്ട് വഴിയാണ് വരുന്നത്, വിദേശത്ത് നിന്ന്. അതിനൊക്കെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം, സെൻട്രൽ ഗവൺമെൻറ്റിന് കഴിയണം. സെൻട്രൽ ഗവൺമെൻറ് കൂടി ഇതിൻ്റെ ഭാഗമായാൽ മാത്രമേ നമുക്ക് കേരളത്തിൻ്റെ അകത്തും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ശ്രീമതി പ്രസീത, ഈ ലഹരിയിലേക്ക് കുട്ടികൾ, മുതിർന്നവരുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, കുഞ്ഞുങ്ങൾ വഴുതി വീഴുന്നതിന് കുടുംബ പശ്ചാത്തലം ഒരു പ്രശ്നമാകാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട്? അത് വലിയൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത്. നമ്മളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ നോക്കും, നമ്മൾ വിചാരിക്കും ഒരു എക്കണോമിക്കലി അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് ഉയർന്ന ലെവലിലാണെങ്കിൽ സാധ്യതകൾ കുറവാണ്. പക്ഷെ കാരണങ്ങൾ പറയുമ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. പക്ഷെ ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിന് ജാതിയോ മതമോ ഉയർന്ന വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ബാക്ക്വേർഡെന്നോ ഒന്നുമില്ല. എവിടെയും നമുക്കിത് ഉണ്ട്, നമ്മുടെ മക്കൾ അതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ കാരണങ്ങൾ ശാസ്ത്രീയപരമായി പറയുകയാണെങ്കിൽ ജെനറ്റിക്സ്, പാരമ്പര്യം പറയുന്നുണ്ട്, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെയും ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ തന്നെ ഒരാൾ ഉപയോഗിക്കുന്ന എന്തുകൊണ്ട് എനിക്ക് ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്നുണ്ട്. അതിലൊരു റീസൺ ഈ പറയുന്ന ബ്രോക്കൺ ഫാമിലീസ് തന്നെയാണ്. ഈ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകൾ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ശരിക്കും ഒരു റീസൺ തന്നെയാണ്. കാരണം ആ സമയത്ത് ഇവർ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പലപ്പോഴും അവർക്ക് അതിൽ നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും ഈ ചൈൽഡ്ഹുഡ് ട്രോമ, അതായത് അവരുടെ ബാല്യകാലത്തിൽ അവൾ കടന്നുപോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട അനുഭവങ്ങൾ അത് അവർ തന്നെ അതാവണം എന്നില്ല, അവർ കണ്ടതും ആവാം. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇവരുടെ ഈ ഒരു ചൈൽഡ്ഹുഡ്, ബാല്യം എന്ന് പറയുന്നത് വളരെയധികം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിൽ വന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഇതിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറച്ചും കൂടി കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം ഇപ്പം അച്ഛനും അമ്മയും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമാകാം, മറ്റുള്ള പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ഇതൊക്കെ ഈ കുട്ടികളെ പലപ്പോഴും അങ്ങ് ഒറ്റപ്പെടുത്തിക്കളയും. ഇപ്പം ഇവൻ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഇവൻ ആരോട് പറയും, എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവന് തന്നെ ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ ഒരു
മേഖലകളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യത. എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഈ ഇങ്ങനെയുള്ള വീടുകളിലെ കുട്ടികൾ മാത്രവുമല്ല എന്നാ, പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള വീടുകളിൽ സാധ്യത പഠനങ്ങൾ അനുസരിച്ച് കുറച്ചും കൂടി, കാരണം ഈ ഒന്നും കൂടി എടുത്തു പറയുകയാണെങ്കിൽ ചൈൽഡ്ഹുഡിൽ, അതായത് അവരുടെ ബാല്യകാലത്ത് അവർ ഏതെങ്കിലുമൊക്കെയുള്ള ഇങ്ങനത്തെ ദുരനുഭവങ്ങളിൽ ഇടയ്ക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് വേഗത്തിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഷിഫാസ് പിന്നെ സേവ് കൊച്ചി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാരവാഹിയാണ്. സേവ് കൊച്ചി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൽ നിന്ന് നമ്മുടെ നാട്ടിലെ യുവാക്കളെയും കുട്ടികളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങി വെച്ച സംഘടനയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് അതൊന്ന് താഴേക്ക് പോയി. അങ്ങനെ താഴേക്ക് പോയതിന് പിന്നിൽ വല്ല കാരണങ്ങളുണ്ടോ? ആദ്യമായിട്ട് ഈ ലഹരിക്കെതിരെ കൊച്ചി എന്ന് പറഞ്ഞ സേവ് കൊച്ചി എന്നുള്ള സംഘടന രൂപീകരിക്കാനുള്ള പ്രധാന കാരണം, നമ്മുടെ പ്രദേശത്തെ ഫോർട്ട് കൊച്ചിയിലെ പ്രദേശത്തെ 12-15 വയസ്സുള്ള കുട്ടികൾ SSLC എക്സാം അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ നിന്ന് വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ടിട്ട് പ്രേമാഭ്യർത്ഥന, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള വൈകൃതങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ പൊതുപ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ പൊതുപ്രവർത്തകരെ കൂടെ പോലും അവർ ഒരു പ്രാകൃതമായിട്ടുള്ള രീതി കാണിച്ചപ്പോഴാണ് ഈ സേവ് കൊച്ചി എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാകുന്നത്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൊച്ചിയിലെ ചെറുപ്പക്കാരും പിതാക്കന്മാരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടിട്ട് പ്രവർത്തിക്കുന്നു. അതിനൊരു ബൈലോ ഉണ്ടായിരുന്നു, വെറുതെ ഒരു സംഘടനയായിട്ടുള്ള സേവ് കൊച്ചി പ്രവർത്തിക്കുന്ന സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്. ആ സ്കൂൾ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ഉന്നതിയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തിട്ട് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങൾ നടത്താനായിട്ട്, അതുപോലെ തന്നെ മാതാപിതാക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ പറമ്പ് യോഗങ്ങൾ, അതുപോലെ തന്നെ ഇതിനടിമപ്പെട്ടിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി ഹൈഡ് ചെയ്തിട്ട് ആരും അറിയാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ 200-300ഓളം ബൈക്കിൽ സ്ക്വാഡ് ആയിട്ട് ഉറക്കം ഒഴിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇവരിരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ചെന്ന് ഇവരെ കണ്ടെത്തി ഉപദേശിക്കാൻ പറ്റുന്നവരെ ഉപദേശിക്കുന്നവര്, അല്ലാത്തവരെ നമ്മൾ ഈ ലഹരി സിന്തറ്റിക് ഡ്രഗ് കിട്ടുന്നവരെ പോലീസിനെ ഏൽപ്പിക്കുന്ന രീതിയിലാണ് സേവ് കൊച്ചിയുടെ പ്രവർത്തനം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് സേവ് കൊച്ചിയിലെ പ്രവർത്തകര് അവരുമായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായി. ആ ഏറ്റുമുട്ടലിൽ ഏറ്റവും കൂടുതൽ സേവ് കൊച്ചി ഈ നിയമപാലകരായി പ്രതികളായി. അതാണ് ഏറ്റവും നാടിന് വേണ്ടി നന്മക്ക് വേണ്ടി ഇറങ്ങിയ ചെറുപ്പക്കാർ പ്രതികളായി റിമാൻഡിലാകുന്ന. അതായത് അത് പോലീസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, എല്ലാ പോലീസുകാരും ആക്ഷേപിക്കുന്നില്ല, ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത ആ ഒരു രീതിയിൽ ആ സേവ് കൊച്ചി എന്ന സംഘടനക്ക് അവിടെ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ പുറകിലേക്ക് പോകാൻ തുടങ്ങി. പൊതുപ്രവർത്തന രംഗത്തുള്ളവർ എല്ലാവരും മുന്നോട്ട് നിന്നിരുന്നു, പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്ന് പുറകോട്ട്. അതിന് പ്രധാന കാരണം ആ നിയമപാലകന്റെ പ്രവൃത്തി തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ കാപ്പ ചുമത്താനും അല്ലെങ്കിൽ പല കേസുകളിലും കഞ്ചാവിന്റെ ആയാലും മറ്റുള്ള കേസുകളിലും കുറ്റകൃത്യങ്ങളിലും ഗുണ്ടാ ലിസ്റ്റിലുള്ള ഒരു പ്രതിയുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. പക്ഷെ ആ പ്രതിക്ക് വേണ്ടിയിട്ട് കൂട്ടുനിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ സേവ് കൊച്ചി എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ കൂട്ടുനിൽക്കാൻ ആ ഒരു ഉദ്യോഗസ്ഥനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് കൊച്ചി പോലീസിന്റെ ജോലി ഏറ്റെടുത്തു എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് നിന്നിട്ടുണ്ടായത്. പോലീസിന്റെ ജോലി അങ്ങനെ ഏറ്റെടുക്കാൻ പാടില്ല. പക്ഷെ പോലീസ്, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, സേവ് കൊച്ചിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഇതിലകപ്പെട്ട കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നു, സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തുന്നു, പറമ്പുകളിൽ കൗൺസിലിംഗ് നടത്തുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു അക്രമമായിട്ടുള്ള ഒരു രീതിയും ഒന്നും ഉണ്ടായിട്ടില്ല. അത് എവിടെയും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തതാണ് സേവ് കൊച്ചിയുടെ സഹായത്തോടെ എക്സൈസ് റെയ്ഡ് നടത്തി പ്രതികളെ പിടിക്കൂ എന്നുള്ളത്. പക്ഷെ അത് പോലീസിലേക്ക് എത്തുമ്പോൾ അത് വേറെ രീതിയിൽ നിങ്ങളെ സഹായിക്കുകയും പോലീസ് നിങ്ങളെ എതിർക്കുകയും. അതെ, എക്സൈസ് ഇപ്പൊ പല സ്ഥലങ്ങളിലും ഞങ്ങൾ MDMA ഫോർട്ട് കൊച്ചി ഭാഗത്തു നിന്നുള്ള പ്രതികളെ നമ്മളുടെ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം അവരെ ഏൽപ്പിക്കുകയും നിയമ നടപടികൾക്ക് സാക്ഷികളായിട്ട് ആ പ്രവർത്തകർ തന്നെ ഒപ്പിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും കേസിൽ ഒരുപാട് നമ്മുടെ സേവ് കൊച്ചിയുടെ പ്രവർത്തകർ ഇതിനായിട്ട് ഇറങ്ങി. അതെ. അപ്പോ സേവ് കൊച്ചിയുടെ ഒരു നന്മയായിരുന്നു, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ രണ്ടാം ഘട്ടം 2025 ഫ്ലെക്സ് ബോർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിട്ട് നിയമപാലകരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളെ എതിർത്തിരുന്ന നിയമപാലകൻ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ? ഇല്ല, ഇന്നിപ്പോ അവിടെ സ്ഥലത്തില്ല. അതായത് ഞാനൊരു പൊതുപ്രവർത്തനം, എന്നെ പോലും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കുണ്ടായി, എന്നെയും പ്രതി ചേർക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ലോറൻസ് സാറേ, ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് അഭികാമ്യമാണോ അത്തരം? ഒരിക്കലുമില്ല. അത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപരാധമാണത്. നാടിനോട് നല്ല തലമുറയോട് ചെയ്യുന്ന, മാനവ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണത്. അത് എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൽ
ആ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ ഇവരെ ഇതുപോലെ ഇദ്ദേഹം പിന്നെ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയെ തകർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്കറിയില്ല, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എനിക്കറിയില്ല. നമുക്ക് അതിൻ്റെ ഹയറപ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, അല്ലാത്ത രീതിയിൽ പൊതുപ്രവർത്തകരെ പി അജീഷ്, തമ്പി, അതുപോലെയുള്ള നമ്മുടെ ഈ പ്രദേശത്തുള്ള നല്ല പൊതുപ്രവർത്തകരെ, അതിനകത്ത് രാഷ്ട്രീയവും മതവും ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതൊരു പൊതു വിപത്താണിത്. അപ്പോൾ അത്തരത്തിൽ ആ ഉദ്യോഗസ്ഥൻ അന്ന് ഉണ്ടായിരുന്ന റാങ്ക് എനിക്ക് മനസ്സിലാവും. ഞാൻ ആ റാങ്കിലൂടെ കടന്നു വന്നവനാണ്. അപ്പോൾ ആ റാങ്കിലുള്ള അയാൾക്ക് എത്ര വ്യാപ്തിയിൽ ഒരു വിഷയത്തിൽ ഇടപെടാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാം, പരിമിതികൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്യാമായിരുന്നു. അതിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം സ്വാധീനം കൊണ്ട് മറ്റ് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം നിശബ്ദരായെന്നോ അല്ലെങ്കിൽ അവർ ഈ സേവ് കൊച്ചിക്ക് എതിരായിട്ട് നിന്നെന്നോ എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്നുമുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അതൊരു വേറൊരു വ്യത്യസ്തമായ മേഖലയിൽ പിടിച്ചു നിൽക്കും. സത്യവും നീതിയും നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കും, സമൂഹം നമ്മുടെ കൂടെ നിൽക്കും, ജനം നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും സേവ് കൊച്ചി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഇപ്പോൾ പിന്നെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് എന്താ പറയുക, ഒരു തിരിച്ചടിയായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ശക്തമായ സമൂഹം ഇപ്പോൾ നിലവിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഈ കാലികമായിട്ട് വിഷയം, ഇതിൽ നമ്മൾ ജാതി രാഷ്ട്രീയം മറ്റ് യാതൊരുവിധ പരിഗണനയും നോക്കാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ ഒരു തലമുറയാണ് ഇല്ലാതാകാൻ പോകുന്നത്. ഒരു തലമുറയില്ല, നമ്മൾക്കൊക്കെ ശേഷം അടുത്തൊരു തലമുറ ഇതിങ്ങനെ കൈമാറി പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു തലമുറയെ മൊത്തം അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെന്നോ ഏത് ജാതിയിൽപ്പെട്ടവനാണെന്നൊന്നൊരു വിഷയമല്ല, അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ പോലീസ് ആയാലും എക്സൈസ് ആയാലും അത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഏജൻസി ആയാലും മറ്റു പൊതുപ്രവർത്തകരായാലും ഇവരെല്ലാവരും തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ പൊതു ശത്രുവിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ട ഇറ്റ് ഈസ് ഹൈ ടൈം. ഞാൻ പറയുകയാണ്, ഇറ്റ് ഈസ് ഹൈ ടൈം. ഇനി നമുക്ക് സമയമില്ല. ഇനി നമ്മൾ താമസിച്ചാൽ വളരെ വലിയ വിപത്തായിരിക്കും നമ്മുടെ നാടിനുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ട്, അതൊന്നും ഇനിയും ഉണ്ടാവും. പക്ഷെ അതിനെല്ലാം നമുക്ക് നമ്മുടെ ഓവർകം ചെയ്തു പോകാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. തമ്പി, ഈ സേവ് കൊച്ചി പോലെയുള്ള സംഘടനകൾ ഇങ്ങനെ ഈ ലഹരിക്കെതിരെ രംഗത്ത് വരുന്നു. അത്തരം സംഘടനകളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം ഇത് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? ഞാനിപ്പോൾ എൻ്റെ ഒരു വ്യൂവിൽ ഞാൻ പറയുന്നത് ഒരു പൊതുവായ കാഴ്ചപ്പാട്. 1986 20-ാം നൂറ്റാണ്ട് റിലീസാകുന്നത്. അതിനകത്ത് മോഹൻലാൽ പറയുന്നൊരു ഡയലോഗുണ്ട്, നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതിനുശേഷം 1992 ജോണി വാക്കർ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ, ഞാനന്ന് 5ാം ക്ലാസ്സിലോ 6ാം പഠിക്കുക, ആ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ അതിനകത്ത് ബാംഗ്ലൂരിലൊരു ക്യാമ്പസാണ് ചിത്രീകരിക്കുന്നത്. ആ ക്യാമ്പസിനകത്ത് ഒരു സ്വാമി എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രം കുട്ടികളടക്കമുള്ളവരെ ട്രാക്ക് ചെയ്ത് ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഐസ്ക്രീമിൻ്റെ അകത്ത് ഡ്രഗ്സ് ഇട്ട് കൊടുത്ത് അവസാനം പല കുട്ടികളും ആ കെട്ടിടങ്ങളുടെ പൊക്കത്ത് നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നർക്കോട്ടിക് സംവിധാനങ്ങളെ മഹത്വവൽക്കരിക്കാത്ത ഒരു സിനിമകളുടെ ഒരു കാലഘട്ടം സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2012 മുതൽ 2014 വരെ നാഷണൽ ഫിലിം സെൻസർ ബോർഡ് മെമ്പറായിരുന്നു. അംബിക സോണി സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ മലയാള സിനിമകളുടെ സെൻസറിങ് കൂടുതൽ കലാഭവനിലാണ് നടക്കുന്നത്, തിരുവനന്തപുരം. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് സെൻസറിങ്ങായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഈ ബോർഡിനകത്ത് കുറേ പുരോഗമനവാദഗതിക്കാരുണ്ടാവും. പുരോഗമനവാദഗതിയാണല്ലോ എന്നും. നമ്മൾ പുരോഗമനമാണെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മുടെ നിലപാടുകൾ ചൂണ്ടിക്കാണിക്കും. ആ സമയത്ത് വന്ന ഒരു നല്ല സിനിമകളുണ്ട്, ഓർഡിനറി പോലെയൊക്കെയുള്ള ടച്ചിങ് ആയിട്ടുള്ള സിനിമകളുണ്ട്. ആ സമയത്താണ് ഇടുക്കി ഗോൾഡ് എന്നുള്ള ചിത്രം, അതായത് മണിയമ്പിള്ള രാജു അടക്കമുള്ള കുറേ പഴയ സീനിയർ കഥാപാത്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് മഹത്വവൽക്കരിക്കാൻ വേണ്ടി ആ സിനിമ ശ്രമിച്ചപ്പോൾ അതിനകത്ത് ചില വിയോജനങ്ങളുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് തീരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ റിലീസ് ചെയ്തു, 6 മാസത്തിനുള്ളിൽ റിലീസ് ചെയ്തു. ഈ കിളി പോയി, പറഞ്ഞു മനസ്സിലായോ?
ഇതിനകത്തൊക്കെ കാണുന്ന വ്യൂവേഴ്സിലുണ്ടാകുന്ന വിദ്യാർത്ഥി പങ്കാളിത്തം ഈ സമയത്ത് 14-15 കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇത്രയധികം വളർന്നിട്ടില്ല. ആകപ്പാടെ ഉണ്ടായ ഒരു മാധ്യമ ഉപാധി ഫേസ്ബുക്ക് ആയിരുന്നു. ആ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ റീല് വരുന്ന സംവിധാനമില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം ഇതിനെല്ലാം കാരണം സിനിമയാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പുതിയ തലമുറക്കകത്ത് റീലുകൾ അടക്കമുള്ള സംവിധാനങ്ങളിൽ സിനിമകൾ കൊടുക്കുന്ന ഒരു സ്വാധീനം, സെൻസർ ബോർഡുകളിൽ ആവശ്യമുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാത്ത രീതിയിൽ അനിയന്ത്രിതമായിട്ടുള്ള ഇതിൻ്റെ കുറേ കവറേജ്. ഒരു സിനിമ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന റീലിലൊരു പ്രധാനപ്പെട്ട ഒരു പാട്ടുണ്ട്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കും സോഡാ സർബത്ത്. ഏത് ചെറിയ കുട്ടികൾ വരെയും ട്രെൻഡിങ് പാട്ടായിട്ട് ഈ പാട്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഞാൻ സിനിമകളുടെ പേരും നടന്മാരുടെ പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ, കോളേജ് യൂണിയൻ അല്ല, യൂണിവേഴ്സിറ്റി യൂണിയൻ വലത് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ മാറി മാറി ഭരിക്കുമെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യം ആധുനിക തലമുറയിൽപ്പെട്ട സിനിമാ നടന്മാരെയാണ്. ഈ സിനിമാ നടന്മാർ പലരും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ പല രീതിയിൽ കൊടുക്കുമ്പോൾ അവരാ സ്റ്റേജിൽ വന്ന് കാണിക്കുന്ന ചർച്ചകളല്ല ഇന്ന് ക്യാമ്പസുകളിൽ ഇന്ന് ചർച്ചകളും സാംസ്കാരികതകളും ഒന്നുമല്ല. ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സമൂഹത്തിന് അഭികാമ്യമല്ലാത്ത കിസ് ഓഫ് ലവ്, അതിനുവേണ്ടി പിന്തുണ കൊടുക്കാൻ ഒരു വലിയ മുന്നേറ്റം വരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം വന്നത് ഹഗ് ഓഫ് ലവ്, അതിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി പുരോഗമനം പറയുമ്പോൾ അതിനുവേണ്ടി ഒരു എതിർ ശബ്ദം എവിടെയെങ്കിലും ഇതിനെതിരെ ഉയർന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നവൻ്റെ നാവ് ഏത് രീതിയിൽ അവർച്ച ചെയ്യാം. വലിയ സൈബർ അറ്റാക്കാണ് ഇതിനകത്ത് നേരിടുന്നത്. ഈ 2015 ലാസ്റ്റ് കിസ് ഓഫ് ലവ് എറണാകുളം നഗരത്തിൽ നടക്കുമ്പോൾ നഗരത്തിലേക്കുള്ള ഒരു ഒഴുക്ക്, ട്രെൻഡിങ് രൂപപ്പെട്ട അന്നത്തെ മേയർ ടോണി ചമ്മണി ഇതിനെതിരെ പ്രതികരിച്ചു. പക്ഷേ പ്രതികരിച്ച് അദ്ദേഹം ഒരു നിലപാടുകൾ പറഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അനിയന്ത്രിതമായ രീതിയിൽ പുരോഗമന സംവിധാനം പറഞ്ഞുള്ള കടന്നുവരവ്. അപ്പോൾ ഇത്തരത്തിൽ ആധുനികതയും പുരോഗമനവാദവും ഒക്കെ വരുമ്പോൾ ആ ആധുനികതയും പുരോഗമനവാദവും ഒക്കെ സ്വന്തം കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നത് ഇതിനകത്ത്. അപ്പം നമുക്ക് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ഇപ്പോൾ ഷിഫാസ് പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ എനിക്കും വ്യക്തിപരമായ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധം തീർക്കുമ്പോൾ ലോറൻസ് സാറ് പറഞ്ഞതുപോലെ ചില നിയമങ്ങൾ ചിലപ്പോൾ സദാചാര പോലീസായി മാറും. പറഞ്ഞ മനസ്സിലായില്ല, ചിലപ്പോൾ സദാചാര പോലീസായി മാറും സമൂഹത്തിൻ്റെ മുമ്പിൽ. ചിലപ്പോൾ ചില നിലപാടുകളെടുത്ത് മുമ്പോട്ട് വരുമ്പോൾ ആ നിലപാടുകളെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തി കളയും. ചിലപ്പോൾ ഒരച്ഛനമ്മയും തൻ്റെ മകൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവില്ല. അടുത്ത കാലത്ത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ നാടാർ സമുദായത്തിൻ്റെ ഒരു നേതാവ്, അദ്ദേഹം സമാധിയുടെ കാര്യത്തിലെടുത്ത നിലപാടിൽ എനിക്ക് യോജിപ്പില്ല. ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ വിശ്വാസ നിലപാടായിരിക്കും, എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ഈ ഒരു വിഷയത്തിനകത്ത് ബന്ധപ്പെട്ടപ്പോൾ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ മകൻ വഴിതെറ്റിയിരിക്കുന്നു എന്നും കൂടെയുള്ള വിദ്യാർത്ഥികളും ഇത് കൊടുത്ത ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു പിതാവ് തുറന്നു കാണിച്ചപ്പോൾ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഈ സമൂഹത്തിന് വളരെയധികം ഇല്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി മാറുമ്പോൾ അത്തരത്തിലുള്ള കുടുംബങ്ങൾ ഉയർന്നു വരണം. ചില കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് മദ്യപാനം നടത്തുന്ന കുടുംബങ്ങളുണ്ട്. അതൊരു ഫാഷൻ ട്രെൻഡായിട്ട് രൂപപ്പെടുകയാണ് ഇന്നത്തെ കാലത്ത്. ആ കുട്ടികൾ ഈ മദ്യപാനം കഴിഞ്ഞ് ചിലപ്പോൾ അവർ കഞ്ചാവിലേക്ക് പോയി, ഇപ്പോൾ അജേഷ് സാറൊക്കെ ചൂണ്ടിക്കാണിച്ച കഞ്ചാവിലേക്ക് പോയി, അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് MDMA അടക്കമുള്ള സംവിധാനങ്ങൾ. ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി സിറിഞ്ച് ചോദിച്ചാൽ തരില്ല, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ സിറിഞ്ച് തരത്തുള്ളൂ. അത് സിറിഞ്ച് കൊണ്ട് ഇത് ഇഞ്ചക്ഷൻ വെക്കുന്ന, ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഗ്രൗണ്ടുകളിൽ കുട്ടികളിരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യുന്ന 15-18 കാലഘട്ടമാണ്. അന്ന് സിറിഞ്ചുകൾ ഉപയോഗിച്ച സിറിഞ്ചുകൾ ചില വഴികളിലും മൂലകളിലും ഒക്കെ കൂമ്പാരം കൂടി കിടക്കും. അതെ, അപ്പോൾ അന്ന് ജനമൈത്രി പോലീസ് സംവിധാനം ശക്തമായിരുന്നു. ജനമൈത്രി പോലീസ് സംവിധാനം ശക്തമായപ്പോൾ ജനപ്രതിനിധികളും പോലീസും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഈ ജനപ്രതിനിധികളും സമൂഹവും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ. ജനമൈത്രി പോലീസിൻ്റെ ബീറ്റ് പോലീസ് സംവിധാനം ശക്തമായിരുന്നു. കുടുംബശ്രീ പോലീസും വനിതാ പോലീസും വനിതകൾ തമ്മിലുള്ള ബന്ധങ്ങൾ രൂപപ്പെട്ടുകൊണ്ട് അതിൻ്റെ കോർണർ യോഗങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പോൾ ജനമൈത്രി പോലീസ് സംവിധാനം നിശ്ചലമാണ് സംസ്ഥാനത്ത് തന്നെ. ആ നിശ്ചലത രൂപപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു കുടുംബശ്രീയിൽ ഒരു വനിത വിളിച്ച് ഒരു പറമ്പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്, അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിറച്ചെന്തായിരിക്കും, സിറിഞ്ച് കൂടി കിടക്കുകയായിരിക്കും. അപ്പോഴാണ് ഇവരുടെ കടന്നുകയറ്റം വരുന്നുണ്ട് എന്ന് ആ പ്രദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കും, ഓട്ടോറിക്ഷ ഒരുത്തം പുറകിലിരിക്കും, ഇഞ്ചക്ഷൻ ചെയ്യണതിൻ്റെ അവനെ പുറകെ കയറ്റും, ആ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കും, അവനെ ഇറക്കി വിടും.
അതെല്ലാം മാറി MDMA എന്നുള്ള ചെറിയ തരികളിലേക്ക് ലഹരി മാറുന്നൊരു കാലഘട്ടം. പ്രസിദ്ധ ഈ സിനിമയും മറ്റും നമ്മുടെ യുവാക്കളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വലിയ ചർച്ച ഉയർന്നുണ്ട്. ഇപ്പോൾ പുതിയ രീതിയിലുള്ള സിനിമകൾ വലിയ രീതിയിൽ അവരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഒരു കൗൺസിലർ എന്ന നിലയിൽ അത്തരത്തിൽ ഉള്ള വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്? അതായത് ഈ കുട്ടികൾ ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ. അതെ, തീർച്ചയായിട്ടും നമ്മൾ പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണെങ്കിലും പൊതുവേ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഇത് ശരി തെറ്റ് എന്നുള്ളതല്ല, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് ശരി തെറ്റെന്നൊന്നും ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാര്യമൊന്നും ആയിട്ടില്ല. അപ്പം ഇന്നിത് എല്ലാവരും കാണുന്നത് ഇതൊരു തെറ്റല്ല, എല്ലാവരും ഉണ്ട്, അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ട്, അപ്പോൾ അതൊരു വലിയ തെറ്റായിട്ടൊന്നും ഇന്ന് നമ്മുടെ മക്കളതിനെ നോക്കി കാണുന്നില്ല. പലപ്പോഴും അതിൽ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറഞ്ഞാൽ ഇതൊരു 10 വയസ്സൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. നമ്മളൊക്കെ കേട്ടേക്കുന്നവരിലൊക്കെ 10 വയസ്സിൽ, അതായത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ ഈ മക്കൾ ഇതൊരു സിഗരറ്റിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായമാണ്. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ്, എന്താണ് ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ, നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും പറയുന്നുണ്ട്, അത് മാം അത് ഇന്ന് മൂവി കണ്ടപ്പോൾ തോന്നി, ഒരു ഇൻസ്പിറേഷൻ തോന്നി. പക്ഷേ ഈ ഇൻസ്പിറേഷൻ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ പിന്നിൽ എന്നാൽ ഇതൊരു മൂവിയാണെന്നും ആ മൂവി അതിനുവേണ്ടി ഉണ്ടാക്കിയതാണെന്നും ഇതിൽ കാണിക്കുന്ന പോലെയുള്ള തിരിച്ചുവരവ്, പല മൂവികളിലും അവരത് തിരിച്ചുവരവും കൂടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഇത് കാണുന്നവർ അത് ഉൾക്കൊള്ളുന്നില്ല. ഇപ്പം നമ്മൾ പലപ്പോഴും വരുന്നത് ഈ തിരിച്ചുവരവെന്ന് പറയുന്നത്, ഇതിനകത്തിലൊക്കെ ഒരു പാട്ട് തീരുമ്പോൾ ഒരു തിരിച്ചുവരവ് വന്നു കഴിഞ്ഞാൽ ഒരു നായകനോ ആരെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്തൊരു പാട്ടോടുകൂടി അവർ നോർമൽ സ്റ്റേജിലായി എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ മക്കൾ ഇത് തുടങ്ങുമ്പോൾ എന്താ, ഞാനൊന്ന് തുടങ്ങി പക്ഷെ എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ നിർത്താവുന്നതേ ഉള്ളൂ എന്നാണ് ഇത് തുടങ്ങുമ്പോൾ എല്ലാവരുടെയും വിചാരം. പക്ഷെ ഇത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ പോലും എനിക്കിത് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. പലപ്പോഴും ഈ ഒരു ആരാധനയുടെ പുറത്ത് വെറുതെ ഒന്ന് വലിച്ചു നോക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വൺസ് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു പാട്ടെന്നല്ല, ഒരു വർഷം എന്നല്ല, 2 വർഷം എന്നല്ല, ഒരു പൂർണ്ണമായ ഒരു തിരിച്ചറിവിനെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ പറയുന്നു ഒരു 5 വർഷം വരെയും ആ വ്യക്തി, അത് ആൽക്കഹോൾ ആയിക്കോട്ടെ ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അത് എടുത്തില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായും അവരതിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 5 വർഷമോ 1 വർഷമോ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ പോലും ഏതൊരു നിമിഷവും റിലാപ്സ് ചെയ്യാൻ, അതായത് തിരിച്ചു വരാൻ സാധ്യത, എപ്പോഴാണ് അവൻ അടുത്ത ഗ്ലാസ് എടുക്കുന്നത്, എപ്പോഴാണ് അവൻ അടുത്ത സിഗരറ്റ് എടുക്കണമെന്ന് പറയാൻ പറ്റാത്തൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പനി വന്നു അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, നമ്മൾ കൈയൊക്കെ ഓക്കെ ആയി എന്ന് പറയും. പക്ഷേ ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരും, ട്രീറ്റ്മെൻറ്റ് നടത്തി നമ്മൾ ഓക്കെ റീഹാബിൽ ഒക്കെ കഴിഞ്ഞു, പക്ഷെ എന്നാൽ പോലും അവിടെ റിസ്ക് ഉണ്ട്. ഏതൊരു മൊമെന്റിൽ റിലാപ്സ് ആവാനുള്ള ഒരു സാധ്യത ഇതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മുടെ മക്കൾക്ക് അറിയത്തില്ല. അത് പലപ്പോഴും ഈ പല മൂവിയിലും കാണിക്കുന്നുണ്ട്, ഇവർക്കിത് കിട്ടാതെ വരുമ്പോഴുള്ള ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഇതിൽ അതും കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ചിന്തിക്കാനും അതിനെ തിരിച്ചറിയാനുള്ള ഒരു അവയർനെസ് നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്കും ഇല്ല, നമ്മുടെ ചുറ്റും ഇത് എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മക്കൾ പറയും സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ലങ്സ് ക്യാൻസർ ഒക്കെ വരും. അപ്പോൾ അവർ പറയണത് ഇല്ല, കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്, ഫിൽറ്റർ ഒക്കെ വരുമ്പോൾ എന്താണ് ഡെപ്പോസിഷൻ വളരെ കുറവാണ് മാം. അപ്പം ഇവർക്ക് ഇതറിയാം, ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അറിയാം. അല്ലെങ്കിൽ ടൊബാക്കോ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടിയും ബയോളജിക്കലി സൈഡ് എഫക്ട്സ് കുറവാണ്. ഇതൊക്കെ അവർ അറിഞ്ഞിട്ട് തന്നെ അവർ ഗൂഗിളും ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് എഫക്ട്സും ഇതിൻ്റെ ഡെപ്പോസിഷൻ എത്രയാണ് ഇന്റർണൽ ഓർഗൻസ് എന്നൊക്കെ അറിഞ്ഞു. പക്ഷെ ഇതിൽ വരുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസും ഇതിൻ്റെ ഒരു കയ്യിൽ നിന്ന് നമ്മുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ പോകുന്നുള്ളതും ഇതിന് മറ്റുള്ള മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് ഇത് തിരിച്ചു വരവ് എന്നുള്ളത് അറിയത്തില്ല. പലപ്പോഴും പിള്ളേർ പറയണതാണ് മാം ഞാനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താവുന്നല്ലേ ഉള്ളൂ, എനിക്കിപ്പോൾ അങ്ങനെ പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല എന്ന് സങ്കടത്തോടെ പറയുന്നവരും ഉണ്ടെന്നുള്ളതാണ് അതിനകത്തിൽ. അജേഷ്, ഈ മാർക്കോ സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വയലൻസ് അങ്ങനെ എന്താ പറയുക, അന്ന് കുട്ടികൾ കാണരുത് എന്ന് ആണ് ആ പടം കാണരുത്. പക്ഷേ ഇന്ന് കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ല. കാരണം OTTയിലും പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ഈ സിനിമ കാണാം എന്നുള്ളത് കൊണ്ടിട്ട് കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ സെൻസർ ബോർഡ് പരാജയപ്പെടണല്ലേ അത്തരം കാര്യങ്ങളിൽ?
ഇത്തരം സിനിമകൾ OTT മേഖലകളിൽ പ്ലാറ്റ്ഫോമിൽ വരാൻ പാടില്ല എന്നല്ലേ ഒരു പക്ഷേ ഈ സെൻസർ ബോർഡ് ഉൾപ്പെടെ തീരുമാനിക്കേണ്ടത്? 2023 ഗവൺമെൻറ് ഒരു സർവേ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സർവേക്കകത്ത് 600 പേരെടുത്തിട്ടുണ്ട്. സർവേയിൽ എക്സൈസിൻ്റെ അടുത്ത് വരുന്ന ആളുകൾ, ഡി അഡീഷൻ സെൻറ്ററിൽ വരുന്ന ആളുകൾ, അവരെ എടുത്തുകൊണ്ടാണ് ഈ 600 പേരെ സർവേ നടത്തിയത്. നിർഭാഗ്യവശാൽ പറയട്ടെ, ഈ 600 പേരും 19 വയസ്സോ 19 വയസ്സിന് താഴെയുള്ളവരാണ് എന്നുള്ളതാണ്. അതിൽ 82% ആളുകൾ പുകവലിയിലൂടെയാണ്, എന്നുവെച്ചാൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള പുകവലിയിലൂടെയാണ് ഇതിലേക്ക് കടക്കുന്നത്. ആ 82-ൽ ഒരു 56% ആളുകൾ പല തരത്തിലുള്ള സ്വാധീനങ്ങളിലൂടെയാണ്. ചിലപ്പോൾ സുഹൃത്തുക്കളെ സ്വാധീനിക്കാം, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സിനിമ സ്വാധീനിക്കാം, പല തരത്തിലുള്ള സ്വാധീനങ്ങളിലൂടെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പലരിലേക്കും ഇതുപോലുള്ള കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവപരമായ കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ ഇവിടെ പ്രസീത പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുടുംബപരമായ ഒരു കാര്യങ്ങളിൽ ആ സർവേയിൽ തന്നെ പറയുന്നുണ്ട് 5% ആളുകളും കുടുംബങ്ങളോടൊപ്പം നിന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്. ലഹരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ മറ്റ് അതിന് തുല്യമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കുടുംബങ്ങളോടുകൂടി ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളത് എൻ്റെ വാസ്തവപരമായ ഒരു കാര്യമാണ്. നമ്മളിതിനെ പ്രതിരോധിച്ച് തന്നെ പോകണം. ഇവിടെ പറഞ്ഞു പോലീസിൻ്റെ കാര്യം പറഞ്ഞു, ഞാനും പറഞ്ഞു ഒരു പോലീസിൻ്റെ കാര്യം. പോലീസ് എന്നാൽ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുന്ന ആളുകളാണ്. എനിക്കറിയാം, ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ തന്നെ ഇരുന്നുവെച്ചാൽ പേര് ഞാൻ പറയുന്നില്ല, വലിയ വിവാദം ഉണ്ടാക്കിയ ആളുകളൊക്കെ അവരൊക്കെ ഇവിടെ ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മയക്കുമരുന്നിനെതിരെ വലിയ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ ജനങ്ങളെ നിർത്തിക്കൊണ്ട് ഇടപെടുമായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് പോലെ ഫോർട്ട് കൊച്ചി, നമ്മളിരിക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടാവുമായിരുന്നു. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചില ഉദ്യോഗസ്ഥന്മാർ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാവരും ഇല്ല, വളരെ റയർ ആളുകളാണ്. അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. എന്നാൽ അതിനുവേണ്ടി ഈ ലഹരി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, SI ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴുണ്ട്, ഈ കൊച്ചിയിലുണ്ട്, തോപ്പുംപടിയിലുണ്ട്. ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ് ഞാനൊരു ദിവസം ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് അന്വേഷണത്തിന് കുമളിയിൽ പോയി. കുമളിയിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ മയക്കുമരുന്ന് കൈകാര്യം ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് കാണുകയാണ്. പുള്ളിയുള്ള ഒരു SI എന്ന് പറയുന്ന ഉണർന്ന് പുള്ളി അതിൻ്റെ പുറകെ പോവുകയാണ് ഇത് പിടിക്കാൻ വേണ്ടി പോയി എത്തണത് വലിയൊരു സങ്കേതത്തിലാണ്. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ ഇത് ഇത്ര വലിയ ഒരു വലിയ ശൃംഖല അതിൻ്റെ അകത്ത്. പുള്ളി പറഞ്ഞ ഞാൻ അവരെ കയറി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ജീവനോട് എനിക്ക് പോരാൻ പറ്റില്ല. അത്രക്ക് ബുദ്ധിപരമായി കൈകാര്യം ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ പറ്റി. അതാണ്. അപ്പം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് കരുതരുത്. നമ്മൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് കുലങ്കർഷമായ ചർച്ചകൾ നടത്തുന്നു, എല്ലാ മീറ്റിങ്ങുകളിലും ചർച്ചകൾ നടത്തുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളിതിൻ്റെ ഒരു പരിധിക്ക് ഇപ്പുറമാണ് നിൽക്കണം. ഒരു പരിധി ലംഘിച്ചുകൊണ്ട് പരിധിക്ക് അപ്പുറത്തേക്ക് പോയി ഇതിനെ ഇല്ലാതാക്കുന്നതിനോടുള്ള ഒരു പ്രയത്നം നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മളുൾപ്പെടെയുള്ള എല്ലാവരും കുറ്റക്കാരാണ്. നമുക്കതിൻ്റെ പരിധികൾ ലംഘിക്കാൻ കഴിയണം. ആ പരിധികൾ ലംഘിച്ചുകൊണ്ട് മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കളയാൻ കഴിയണം. കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ നാടിൻ്റെ നട്ടെല്ലായിട്ടുള്ള ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോവും എന്ന കാര്യത്തിൽ ഒരു തർക്കമേ ഇല്ല. ചില ഘട്ടങ്ങളിലൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ സേവ് കൊച്ചി തന്നെ പല സമയത്തും അത് ഉയർത്തിയിട്ടുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അല്ല, ചില രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഇതുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവരെ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്ന ഒരു സമയമുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ അടുത്ത കാലത്ത് അത് കാണാനും കഴിഞ്ഞു. എന്താണ് അതിനെക്കുറിച്ച് ഒരു യുവജന സംഘടനയുടെ സേവ് കൊച്ചിയുടെ ആയാലും ഇപ്പോൾ ABFന്റെ പ്രവർത്തനത്തിലായാലും ഇപ്പോൾ സംബന്ധിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കാതെ ഇത് ബിസിനസ്സായിട്ട്
അത് ഫണ്ടിറക്കി കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ ഈ കൊച്ചിയിലടക്കമുണ്ട്. അത് രഹസ്യ വിവരം വളരെ രഹസ്യമായിട്ട് സേവ് കൊച്ചി കിട്ടിയതാണ്. അതിൻ്റെ ചില അടയാളങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നാർക്കോട്ടിക്സിൽ ഡയറക്റ്റ് വന്നിട്ട് ചില ജനപ്രതിനിധികളുടെ അടക്കം വീടുകളിൽ റെയ്ഡ് നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ബിസിനസ്സായിട്ടാണ് കാണുന്നത്. ഫണ്ടിറക്കി കൊടുത്തിട്ട് അവർക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ട് രാവിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള രാവിലെ ഇത്ര ലക്ഷം കൊടുത്തിട്ട് വൈകിട്ട് അത് തിരിച്ച് അതിനേക്കാൾ ഇരട്ടിയായിട്ട് അവർക്ക് തിരികെ ലഭിക്കുന്നു. അവർ ഉപയോഗിക്കുന്നില്ല. അവർ ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളടക്കം ഈ രംഗത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പൊ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ് സെലിബ്രിറ്റി ഡ്രഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തില്ല ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകനായ KB സലാമിനും ഇപ്പൊ പൊതുപ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ കൗൺസിലർ അവര് ഓരോരുത്തരുടെ മേഖല കേന്ദ്രീകരിക്കണം. ഇപ്പൊ ക്യാമ്പസിൽ പണ്ട് ഇപ്പൊ ഈ സാറിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇത് എന്താണ് നടക്കുന്നത് സാഹിത്യോത്സവങ്ങൾ അല്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് പഠിച്ചുപോയ വ്യക്തി അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ എന്താണ് പൊസിഷൻ അത് വിദ്യാർത്ഥികൾക്ക് വളർന്നു. അതാണ് ഇപ്പൊ ക്യാമ്പസിൽ നടക്കുന്നത്. ക്യാമ്പസിൽ ഇപ്പൊ എന്താണ് ഏറ്റവും വലിയ മ്യൂസിക് ബാൻഡ് ഏതാണ്? സംഗീതമല്ല, മ്യൂസിക് ബാൻഡ്. അപ്പൊ ആ മ്യൂസിക് ബാൻഡ് 4 മണിക്കൂറോളം തുടർച്ചയായിട്ട് ആ ക്യാമ്പസിൽ ഉത്സവമാക്കി തീർക്കുന്നതാണ്. അപ്പൊ ആ ഉത്സവം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എനർജി ഡ്രിങ്ക് അല്ല, സെലിബ്രിറ്റി ഡ്രഗാണ് ഈ MDMA ഉപയോഗിക്കുന്നത്. അപ്പൊ ക്യാമ്പസിന് നല്ലൊരു പങ്കുണ്ട്. അത് ആ ക്യാമ്പസിന്റെ അല്ലെങ്കിൽ ആ കോളേജിന്റെ ഇത് പ്രൊഫഷണൽ ആളുകൾ. അപ്പൊ ഈ ക്യാമ്പസിന് പങ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി യൂണിയനായിരിക്കുമല്ലോ അവിടുത്തെ കാര്യങ്ങൾ പ്രതിനിധീകരിക്കുന്നത്, ഏതെങ്കിലും പാർട്ടിയുടെ സ്വാഭാവികമായിട്ട്. അപ്പോൾ അവരും ഇതിനകത്ത് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അവര് ഇപ്പൊ ഒരു യുവജന പ്രസ്ഥാനം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു യൂണിയൻ ഉണ്ടാവുമ്പോൾ അവിടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടാണ് അവരവിടെ പ്രോഗ്രാം ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ അവിടെ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നുള്ള ക്യാമ്പസിന്റെ ആവശ്യം. പക്ഷെ അതിന്റെ അകത്ത് നുഴഞ്ഞു കയറ്റം. ഞാനിപ്പോ ഒരു അനുഭവം പറയാം. സേവ് കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഒരു പ്രമുഖ കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ ഈ തൊപ്പുംപൊടി ഭാഗത്ത് നിന്ന് പിടിക്കണ്ടായി. അപ്പൊ ഞങ്ങൾ വളരെ സ്നേഹവാത്സല്യത്തോടുകൂടി അവനോട് പെരുമാറി. അവന്റെ പിതാവ് വീട്ടിൽ ചെന്നപ്പോ ഉമ്മയും പിതാവും കരച്ചിലാണ്. അവസാനം അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ കുറെ സംസാരിച്ചു. അവന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ എന്താണെന്നറിയോ, അവൻ ക്യാമ്പസിൽ അവനെ കച്ചവടക്കാരനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവന്റെ വീട്ടിൽ നിന്ന് അവന് നമുക്ക് ഈ മയക്കുമരുന്നിന്റെ കൂടെ എടുത്തു തരുന്നത് എന്താണെന്നറിയോ, ടെക്സ്റ്റൈൽ ടോയ് വരെയും അവന്റെ വീട്ടിലുണ്ട്. അതാണ് അവസ്ഥ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ 12 വയസ്സുള്ള ബാലൻ 10 വയസ്സുള്ള സഹോദരിക്ക് ഡ്രഗ്സ് കൊടുക്കുന്നുള്ളത്. അപ്പൊ ഭയങ്കര എല്ലാ മേഖലയിൽ നിന്നും ഇപ്പൊ സിനിമയിൽ നിന്നാലും കലയിൽ നിന്നാലും ക്യാമ്പസിൽ നിന്നാലും രാഷ്ട്രീയത്തിൽ എല്ലാ മേഖലയിലും ഇതിന് ചോയ്സ് വരുന്നുണ്ട്. അപ്പോ അതാത് മേഖലയിലുള്ള ആളുകൾ കുറെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ട ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏത് ജനറേഷനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പൊ രാഷ്ട്രീയക്കാരും ആ ജനറേഷന് ആവശ്യമുണ്ട്. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് മാത്രം വേണ്ടി അവർ ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ നമുക്കിതിനെ ഇവിടെ ഈ തമ്പി ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ ആണ് അല്ലേ പൊതുരംഗത്തേക്ക് സജീവമാകുന്നത്. ഈ ഇപ്പോഴത്തെ ക്യാമ്പസ് അത്തരത്തിലുള്ള ക്യാമ്പസാണെന്ന് വിലയിരുത്തലുണ്ടോ? ഇവിടുത്തെ ക്യാമ്പസുകൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളാണ്. അജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയപരമായ പൊളിറ്റിക്കൽ ക്യാമ്പസുകൾ കുറവാണ്. രാഷ്ട്രീയത്തിന് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുറേ മാനദണ്ഡങ്ങളുടെ പ്രകാരം ടോക്കച്ചുകൻ്റെ ക്യാമ്പസിൽ എവിടെയെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ? ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വഴിതെറ്റിപ്പോകുന്നത് എൻജിനീയറിംഗ് വൽകൃതമായിട്ടുള്ള മെഡിക്കൽ മേഖലയിലുള്ള ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ടോ? രാഷ്ട്രീയവും യൂണിയനുകളും നിലനിൽക്കുന്ന ക്യാമ്പസുകളുടെ അകത്ത് ഒരു പരിധിവരെ യൂണിയൻ ഭാരവാഹികൾ ഇതിനെ പ്രതിരോധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതേത് കക്ഷിയാണെങ്കിലും. പണ്ടൊക്കെ നമ്മളൊക്കെ ക്യാമ്പസുകളിൽ പഠിക്കുമ്പോൾ ക്യാമ്പസിൻ്റെ അകത്തേക്ക് ഒരു ഔട്ട്സൈഡർ കടന്നു വരികയാണെങ്കിൽ ഇവൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്താണ് നിനക്കിവിടെ കാര്യമെന്ന് പറഞ്ഞ് യൂണിയൻ ഭാരവാഹികൾ അവനെ ഗേറ്റിൻ്റെ അകത്ത് നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് അവനെ ഏൽപ്പിക്കും. അന്നത്തെ സമയത്ത് ഈ കഞ്ചാവ് പുതിയായിട്ട് വരുന്ന ആളുകളെ, ഒറ്റപ്പെട്ട ആളുകളെ കോർണർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷിബാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്യാമ്പസുകൾക്കൊരു യൂണിയൻ പരിപാടിക്ക് ആവശ്യം സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി എന്നുള്ളത് ക്യാമ്പസ് ഇളക്കിമറിക്കാൻ കഴിയുന്ന സെലിബ്രിറ്റിയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് യൂണിയനുകൾ മുമ്പോട്ടൊക്കെ പോകുമ്പോൾ ചില കുഴപ്പങ്ങൾ ചില മേഖലകളിലൊക്കെ ഉണ്ട്, മിക്ക ക്യാമ്പസുകളിലും. പക്ഷേ പൊളിറ്റിക്സ് എന്ന ക്യാമ്പസുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ
ആ രാഷ്ട്രീയവാദം വന്ന് പൊളിറ്റിക്സ് മാറി നിൽക്കുമ്പോൾ ആ സ്പേസ് ഫില്ല് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന്, ഇത്തരത്തിലുള്ള ലോബികൾ നാഥനില്ലാ കളരി പോലെ ക്യാമ്പസുകളിലേക്ക് കടന്നു വന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവണത ട്രെൻഡിങ് വ്യാപകമാകുമ്പോൾ, ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് കർണാടക ക്യാമ്പസുകളിൽ പൊളിറ്റിക്സ് കുറവാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിപണനവും സെൻട്രലൈസ് കേന്ദ്രീകരണവും നടത്തുന്നത് കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അദാനി പോർട്ടുകൾ സ്വകാര്യവൽക്കരിച്ചപ്പോൾ, ഗുജറാത്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ പോർട്ടുകൾ സ്വകാര്യവൽക്കരിച്ചപ്പോൾ, പണ്ട് പോർട്ടുകളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷെ പോർട്ടുകളുടെ സ്വകാര്യവൽക്കരണം കൂടുതൽ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ, അദാനിക്ക് കേന്ദ്രീകരിച്ചുള്ള പോർട്ടുകൾ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ യാതൊരുവിധ മാനദണ്ഡങ്ങളും യാതൊരുവിധ ചെക്കിങ്ങുകളും ഇല്ലാതെ എയർപോർട്ടിലൂടെ കടന്നു വരുമ്പോഴല്ലേ ചെക്കിംഗ് ഉള്ളൂ. ഇപ്പോൾ അതിനുള്ള ചെക്കിങ്ങോ സാഹചര്യങ്ങളോ ഇല്ല. അപ്പോൾ ഇന്ത്യ രാജ്യം മുഴുവൻ ഇതിൻ്റെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് കേരളത്തിലും ഇത് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഒന്ന് രൂപപ്പെടണം. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഇപ്പോൾ ഞാൻ കൗൺസിലറായി വരുമ്പോൾ 2010 MLA റോഡ് അറ്റം കണ്ടിട്ടില്ലേ? ഇപ്പോൾ പോർട്ട് ട്രസ്റ്റിൻ്റെ ഭൂമി, കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വലിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പണി അവിടെ പൂർത്തീകരിക്കുക. 2010 ഞാൻ ആദ്യം ജനപ്രതിനിധിയായിട്ട് അതിൻ്റെ മുമ്പിൽ വന്ന് ചായ കുടിക്കുമ്പോൾ 10-20 ഏക്കർ വരുന്ന സ്ഥലം നിബിഡമായ കാടാണ്. അവിടെയാണ്, ചിലപ്പോൾ സലാമിനൊക്കെ ഓർമ്മയുണ്ടാവും, അവിടെയാണ് CBI കണ്ടം ചെയ്ത കണ്ടെയ്നറുകൾ മുഴുവൻ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. CBI പിടിക്കുന്ന ആ കണ്ടെയ്നറുകൾ നിറഞ്ഞു കിടക്കുക, വള്ളിയും കാടും ഒക്കെ പിടിച്ച് പഞ്ചാബുകാരും ഈ മയക്കുമരുന്നുകാരുടെയും ഇഞ്ചക്ഷൻകാരുടെയും കേന്ദ്രമാണ്. അതിന് മുമ്പിലുണ്ടായിരുന്ന ആ ചായക്കട നടത്തുന്ന എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. 2 ദിവസം അവിടെ വീക്ഷിച്ചപ്പോൾ കണ്ടത് യൂണിഫോം ഇട്ട കുട്ടികൾ ആ കണ്ടെയ്നറിൻ്റെ സൈഡിൽ വരുന്നു, 4 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകുന്നു. അവിടെ ഇഞ്ചക്ഷൻ ഉള്ള സംവിധാനങ്ങളും വിൽപ്പനയും നടക്കുന്നുള്ളൂ. നമ്മുടെ ആ ഒരു സമയത്തെ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ, ഇതിനെതിരെ ഒന്ന് പ്രതിരോധിക്കാൻ തീരുമാനിച്ച് പിറ്റേന്ന് പോലീസിൽ പരാതി കൊടുത്ത് നാട്ടുകാരുടെ ഒരു കോർഡിനേഷൻ അവിടെ ഉണ്ടാക്കി കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഉദ്യോഗസ്ഥരെ അറേഞ്ച് ചെയ്ത് 2 JCB അടക്കമുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്ത് ഒരു ദിവസം രാവിലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി അതെല്ലാം മറിച്ചിട്ട് അവിടെയുണ്ട് പോലീസ്. അന്ന് നവാസാറാണ് അന്ന് നമ്മുടെ വള്ളൂരുത്തി CA, നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് സഹകരിച്ച് അവിടെ നിന്ന് പ്രതികളെ കിട്ടിയില്ല. പക്ഷേ എന്ത് കിട്ടി, ഉറവിടം കംപ്ലീറ്റ് ലെവൽ ചെയ്ത് അത് മുഴുവൻ ക്ലീൻ ചെയ്ത് പിന്നീട് പ്രതികളെയൊക്കെ പല മേഖലകളിൽ നിന്ന് പോലീസ് പിടിക്കുന്ന സാഹചര്യമുണ്ട്, അറിയപ്പെടുന്ന പല പ്രതികളെ. അതെല്ലാം കഴിഞ്ഞ് അത് മുഴുവൻ ലെവൽ ചെയ്ത് അവിടെ 2 ഹൈമാസ്കിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് ഇരുട്ട് വരുമ്പോഴാണ് ഇവർക്ക് ഇരിക്കാൻ കൂടുതൽ താല്പര്യം. ഇരുട്ട് വേണം, വെളിച്ചം വന്ന് ഇവർക്ക് പേടിയാണ്. അങ്ങനെ അതെല്ലാം നമ്മൾ ചെയ്ത് പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളിൽ വാർത്ത വന്ന്, മലയാള മനോരമ അത് ഫ്രണ്ട് പേജ് വാർത്ത കൊടുത്തു വന്ന്. വാർത്തയ്ക്ക് വേണ്ടി ചെയ്തതല്ല കേട്ടോ അതിൻ്റെ അത് ഞാൻ. പക്ഷേ പിന്നീട് എനിക്കുണ്ടായൊരു അനുഭവം, ഈ പ്രതികൾ ജയിലിൽ കിടക്കുകയാണ്, ഇവർ ജയിലിൽ വെച്ച് നമ്മളെ വധിക്കുന്നതിനെക്കുറിച്ചാണ് ഗൂഢാലോചന. പറഞ്ഞ മനസ്സിലായോ? പക്ഷെ അത് ജയിലിൻ്റെ അകത്ത് നിന്ന് പോലീസിൻ്റെ ഇൻ്റലിജൻസ് സമ്പ്രദായം അറിഞ്ഞ് പള്ളുരുത്തിയിൽ ഒരു ദീർഘകാലം CIയും ആയിരുന്ന അന്നത്തെ ഇൻ്റലിജൻസിൻ്റെ DYSP ഒക്കെ ആയിരുന്ന അദ്ദേഹം എന്നെ വിളിച്ച് ഈ വിവരം പാസ് ചെയ്ത് പിന്നീട് പോലീസ് അതിൻ്റെ അകത്ത് റിപ്പോർട്ട് തയ്യാറാക്കി. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ചില സമയത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വലുതായിരിക്കും. ഒരു ഉദാഹരണം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. നമ്പ്യാപുരം പള്ളിയുടെ മുമ്പിൽ ഒരു വാടക താമസിക്കുന്ന ഒരു കുടുംബത്തിലെ ചെറുക്കൻ, അവൻ നമ്മുടെ ജയലക്ഷ്മി തിയേറ്ററിൻ്റെ മുമ്പിൽ സിനിമ കഴിഞ്ഞ് ഇൻ്റർവെൽ സമയത്ത് പുറത്തിറങ്ങി നിന്നപ്പോൾ ഒരുത്തൻ വന്ന് അവൻ്റെ അടുത്ത് തീപ്പെട്ടി ചോദിച്ചു. തീപ്പെട്ടി കൊടുത്തില്ല. ഇവൻ കഞ്ചാവായതുകൊണ്ടാണ് തീപ്പെട്ടി കൊടുക്കാതിരുന്നത്. സാറിന് അറിയാം കേസ്. പക്ഷേ ഇവൻ പെട്ടെന്ന് വയലൻ്റായി. ജയലക്ഷ്മി തിയേറ്ററിൻ്റെ അവിടെ നിന്ന് ഈ ചെറുപ്പക്കാരൻ, അവനാണ് ആ വീടിൻ്റെ ആശ്രയം, കുത്തി നമ്മുടെ രാഘവൻ വൈദ്യൻ്റെ അവിടെ വരെ ഓടിച്ചിട്ട് കുത്തി. ഇതോ 10-20 കുത്താറ്റേ കുത്തി. എൻ്റെ വാർഡാണ്. ഈ ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് മരിച്ചു. ഞാൻ വരുമ്പോൾ റോട്ടിൽ കിടക്കുകയാണ്. പോലീസ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയി. പിന്നീട് നാട്ടുകാരെല്ലാവരും കൂടി വന്ന് പ്രതി നമ്മുടെ ശ്മശാനത്തിൻ്റെ തൊട്ട് മുമ്പിലത്തെ അമ്പലത്തിൻ്റെ പുറകിലാണ് താമസം. പക്ഷേ പ്രതിയെ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള പ്രതിയുടെ ഫോട്ടോ കിട്ടി. പോലീസ് അന്വേഷിച്ച് പല മേഖലകളിലേക്ക് പോയി. അപ്പോൾ പെരുമ്പളം എന്ന് പറഞ്ഞ ഒരു ദ്വീപിൽ ബോട്ട് കയറി പോകുന്ന ഇയാളെ കണ്ടു എന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഈ വിവരം പോലീസിനോട് പറഞ്ഞു. പ്രതിയെ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ്. പക്ഷെ പോലീസ് അന്ന് അവിടെ പോയി ആ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്ന് പോലീസ് എത്ര ശ്രമിച്ചിട്ട് ഇവനെ കീഴടക്കാൻ പറ്റുന്നില്ല, അത്ര ആരോഗ്യവാനാണ്. അവസാനം പോലീസ് ഇവനെ പിടിച്ചു കൊണ്ടുവന്ന് നടക്കിയ സ്റ്റേഷനിലെത്തി. ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി, ഒപ്പിടാൻ വേണ്ടി ഞാനടക്കമുള്ളവർ ചെന്നപ്പോൾ ഇവൻ സെല്ലി കിടന്ന് എൻ്റെ പേര് വിളിച്ചലർന്നുണ്ട്. ഭയങ്കര പ്രശ്നമായി മാറി.
അപ്പോൾ അവൻ പോയ ഉറവിടം എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മുടെ ഇവിടെ തടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരൻ ജോലിക്ക് പോകുന്നത് പെരുമ്പളത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ പുള്ളി രംഗം കണ്ട് ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരുത്തനെ കണ്ടപ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് പോലീസ് അങ്ങോട്ടേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആ ഒരു കേസ് കഴിഞ്ഞ് മറ്റേ ചെറുപ്പക്കാരൻ മരണപ്പെട്ട് അതിൻ്റെ അടക്കമെല്ലാം നമ്പ്യാവരം പള്ളിയിലൂടെ വെച്ച് കഴിഞ്ഞ് 2020 കൊറോണ വ്യാപകമായപ്പോൾ ഈ പ്രതികളെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രതി അവൻ്റെ വീട്ടിൽ ഒറ്റക്കാ താമസം. അവൻ വന്ന് അടുത്ത വീട്ടുകാരനെ കത്തി കൊണ്ടൊന്ന് പോണ്ടി ഒരു വിഷയം കഴിഞ്ഞു. പക്ഷെ അവരപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പരോള് ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുപോകും. പിന്നീട് ഇവൻ 4 ദിവസമായിട്ട് നമ്മളെ അന്വേഷിച്ച് നടക്കുക. പലരും വിളിച്ച് എന്നോട് പറയാൻ തുടങ്ങിയപ്പോൾ അവസാനം നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് നമ്മൾ വീടിൻ്റെ അവിടെ ഉണ്ട്. ഇവനൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ജയിലിൽ കിടന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച ആൾ നല്ല സ്ട്രെങ്തായി. അവസാനം എങ്ങനെ ഇവൻ്റെ പെരുമാറ്റം എന്ന് അറിയാൻ കഴിയില്ല. അവസാനം ഇവനെ തേടി ഞാൻ അങ്ങോട്ട് ചെല്ലേണ്ട സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ നമ്മളെ ഇവിടെ വെച്ച്, അതായത് നമ്മുടെ പ്രോട്ടോണിക്സിൻ്റെ തൊട്ടിപ്പുറമുള്ള വിപിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തുന്ന ബേക്കറിയുടെ മുമ്പിൽ ഇവൻ 2 തവണ ഞാനവിടെ ചായ കുടിക്കാൻ വരുന്ന സമയം നോക്കി ഇവൻ ലക്ഷ്യം. അപ്പം ഇവൻ്റെ ലക്ഷ്യം നമ്മളാണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ബോധ്യമായി. പക്ഷെ ഇവൻ നമ്മളെ ചിലപ്പോൾ കുടുംബത്ത് ഉള്ള അവരിലേക്ക് പോകുമോ എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ട്. അതാണ് വീടിൻ്റെ പരിസരത്ത് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഞാനപ്പോൾ അന്ന് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന നമ്പ്യാവരം പള്ളിയുടെ വാഹിദ് അടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരോടും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പോലീസിനോട് ഞാൻ 2 തവണ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു വിഷയമുണ്ട്. പോലീസിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസ് അവിടെ ഒരു ബൈക്കിനൊക്കെ വന്ന് പോകും. പക്ഷേ ഇവനെ ഞങ്ങൾ തന്നെ ഒന്നും നോക്കി നിന്ന് അവസാനം എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് ഫ്ലൈയിങ് സ്ക്വാഡും കള്ളൂർ സ്റ്റേഷനിലെയും പോലീസൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ചില നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകളുടെ പിന്നാമ്പുറങ്ങൾ നമ്മളെ എത്രത്തോളം ഫോളോ ചെയ്യും എന്നുള്ള സാഹചര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ തീർക്കുന്ന പ്രതിരോധങ്ങൾ ചിലപ്പോൾ ആ പ്രതിരോധങ്ങൾ ഒറ്റയാൻ പ്രതിരോധങ്ങളായി ചില ഘട്ടങ്ങളിൽ മാറുമ്പോൾ ചിലപ്പോൾ സമൂഹം പോലും അതിൻ്റെ മുമ്പിൽ കണ്ണടച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ പക്ഷേ ഇന്ന് ഇതിൻ്റെ വ്യാപനം വളരെ വലുതാണ്. എനിക്കൊരു നിർദ്ദേശമുള്ളത് ബീറ്റ് പോലീസ് സംവിധാനം ശക്തമാക്കണം. അതുപോലെ തന്നെ ജനമൈത്രി പോലീസിൻ്റെ ജനങ്ങളുമായിട്ടുള്ള മാസത്തിലെ 2 മീറ്റിങ്ങുകൾ, റെസിഡൻറ്റ് അസോസിയേഷനുമായിട്ടുള്ള മീറ്റിങ്ങുകൾ സ്റ്റേഷനുകളിൽ വിളിച്ചു കൂട്ടണം. വനിതാ പോലീസും കുടുംബശ്രീ സംവിധാനത്തിലെ പ്രവർത്തകരും തമ്മിലുള്ള അയൽക്കൂട്ട യോഗങ്ങളിൽ വനിതാ പോലീസിൻ്റെ സാന്നിധ്യം കൊടുക്കണം. ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലുള്ള കുട്ടികളെ ഇതൊരു തരം അഡിക്ഷനാണ്. ഇതിന് ചികിത്സ കൊണ്ടും ഇപ്പോൾ നമ്മുടെ കൗൺസിലർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭേദമാക്കാൻ കഴിയും. അത്തരത്തിലൊന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള കൂട്ടായ്മ, റെസിഡൻറ്റ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ, അധ്യാപകരുടെ ഇടയിലുണ്ടാകുന്ന കൂട്ടായ്മ, അത്തരത്തിലുള്ള കൂട്ടായ്മകൾ വെച്ച് ഇതിനെ പ്രതിരോധം തീർത്ത് അടിച്ചമർത്താൻ പോയാൽ ഇപ്പോൾ നമ്മളെല്ലാവരും എന്താവും, പ്രതികളാവും. അതൊന്നുമല്ല, ഇതിനകത്ത് വലിയൊരു കൗൺസിലിംഗ്, ഇതിനകത്ത് നല്ലൊരു ചികിത്സ, കുടുംബ ബന്ധങ്ങളിലെ കൂട്ടായ്മ, ഇതൊക്കെ തന്നെയാണ് ഇതിന് വലിയ പരിധി വരെയുള്ള പ്രതിരോധം. എന്താണ് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ പറയാനുള്ളത്? പരിഹാരം എന്നുള്ളത് ആക്ച്വലി പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളിത് അറിയുന്നില്ല. കുട്ടികൾ തുടങ്ങി ഈ ഒരു അഡിക്ഷൻ എന്ന ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇത് ആ വീട്ടുകാർ അച്ഛനും അമ്മയും പോലും അറിയുന്നത്. അതുവരെ ഇത് അറിയുന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഏതൊരു സ്റ്റേറ്റ് ആണെങ്കിലും ഏർലി ഇൻ്റർവെൻഷനാണ്. എത്രയും നേരത്തെ നമ്മളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രയും കൂടി ഈസിയാണ് അതിൻ്റെ പുറത്തേക്ക് വരെ നമുക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്മോക്കിംഗ് ആണെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്ന വാക്ക് അത് തന്നെയാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു കുട്ടി 10 വയസ്സിൽ തുടങ്ങിയ ഇത് തിരിച്ച് വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് അറിയുന്നത് 2 വർഷവും 3 വർഷവും കഴിയുമ്പോഴാണ്. അപ്പോഴത്തേക്കും ഇവൻ ഇതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ മക്കളെ എവിടേക്കോ നമ്മളങ്ങോട്ട് അമിതമായിട്ട് അങ്ങോട്ടങ്ങ് വിശ്വസിക്കുക. അപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞിടയ്ക്ക് നമുക്ക് ഋഷിരാജ് സിംഗിൻ്റെ സാറിൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും വൈറലായി. അധ്യാപകർക്കൊരു ഇത് കൊടുക്കും. കാരണം ഇന്ന് ഇപ്പം സ്കൂളിലാണെങ്കിലും കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ട് എന്ന് വിളിച്ച് പറയുവാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ചിലരെങ്കിലും രക്ഷിതാക്കൾ അത് വിശ്വസിക്കാൻ തയ്യാറാകത്തില്ല. എൻ്റെ മക്കൾ അത് ചെയ്യാൻ ഒരു സാധ്യതയില്ല, ഞങ്ങൾ അങ്ങനത്തെ ഒരു കുടുംബക്കാരല്ല, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഈ ഒരു നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ജാതി ഇതൊക്കെ അങ്ങോട്ടങ്ങ് ഉയർത്തും, ഇതിനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളത്. ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോൾ പറയും നമ്മുടെ മക്കളിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇങ്ങനൊരു ഇതിലേക്ക് കുട്ടികൾ പോകുമ്പോൾ. അതിപ്പോൾ ഒരു മൊബൈൽ അഡിക്ഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ആണെങ്കിൽ പോലും അവരിലത് പ്രകടമായ മാറ്റങ്ങൾ വരുന്നുണ്ട്, അവൻ്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്,
വരുന്നുണ്ട്, അവൻ്റെ ഉറക്കത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലും അവൻ കുളിക്കുന്നു, അവൻ്റെ ഗ്രൂമിങ്, ഡ്രസ്സ് എല്ലാത്തിലും മാറ്റം വരുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. ഇത് തിരിച്ചറിയപ്പെടുന്ന ഒരു മേഖല അവൻ്റെ സ്കൂളോ അവിടുത്തെ ടീച്ചേഴ്സോ ഒക്കെ തന്നെ. അവരിത് വിളിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ പലരും ഇതിനെ വിശ്വസിക്കാൻ തയ്യാറാകുകയോ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മക്കളോട് നിങ്ങളത് ചോദിക്കാതെ ഒന്ന് മാറി നിന്നൊന്ന് വാച്ച് ചെയ്യാൻ പറയാറ്, അതിനുള്ള ക്ഷമ കാണിക്കില്ല. അപ്പം ആ ഒരു പലപ്പോഴും നടക്കുന്നത് നമുക്കിതിനെ ആദ്യത്തെ സ്റ്റേജിൽ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഡിപ്പെൻഡൻസി ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കൗൺസിലിംഗ്, വെറുതെ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാത്രം ഒന്നും തിരിച്ചു വരാൻ പറ്റത്തില്ല. അത് വ്യക്തമായ ഒരു ട്രീറ്റ്മെന്റിലേക്ക് തന്നെ കിടക്കണം. അവിടെ ഈ പറഞ്ഞ പോലെ കൗൺസിലേഴ്സ് വേണം, സോഷ്യൽ വർക്കേഴ്സ് വേണം, സൈക്കാട്രിസ്റ്റ് വേണം, സൈക്കോളജിസ്റ്റ് വേണം, തെറാപ്പിസ്റ്റ്. ഇതൊരു വലിയൊരു ശൃംഖലയാണ്. അപ്പോൾ ഒരു സാധാരണ ഇതിന്റെ എക്സ്പെൻസ് വളരെയധികം കൂടുതലാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളെ ഇത്രയും ഒരു ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോയി അതിലൊരു പൂർണ്ണമായ ഒരു റിക്കവറി റിഹാബിൽ എന്നൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ അതിന് അപ്പം ഈ ഒരു കുട്ടിയുടെ കൂടെ നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെന്റിന് വിടുന്നു, അല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ പ്രോസസ്സിനൊക്കെ വിടുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ നിൽക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ആണ് നമ്മുടെ നാട്ടിൽ. അപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഒരു മാസമൊക്കെ ജോലി കളഞ്ഞിട്ടൊക്കെ നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ പല പല കാരണങ്ങളാണ്. പിന്നെ അതല്ല, നമ്മളിപ്പം ഈ പറഞ്ഞ ബ്രോക്കൺ ഫാമിലി നമ്മളെപ്പോഴും നോക്കി ഇവരുടെ റിസോഴ്സസ് എന്താണ്. ഇത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്നു, അപ്പം അതൊരു ഭർത്താവായിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു കുടുംബസ്ഥനാണെങ്കിൽ, ഇയാൾക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സമൂഹം, റിസോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇതിനെ പിടിച്ചു നിൽക്കുക? അത് കുടുംബമാണ്, സമൂഹമാണ്, ഇപ്പൊ പള്ളികളാവാം, അമ്പലങ്ങളാവാം, എന്താണ്. അപ്പൊ ഈ റിസോഴ്സസ് ഒന്നും നമ്മുടെ സമൂഹവും അങ്ങനെ തിരിച്ചു വരുന്നവരെ അങ്ങനെ ചേർത്ത് പിടിക്കാറുമില്ല. അങ്ങനെയും ഒരു ലേബൽ ചെയ്ത് കളയും. നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും ഇത്, അതുകൊണ്ടാണ് ഇത് ആരും പുറത്ത് പറയാത്ത. ഇപ്പൊ ഒരു കുടുംബത്തിൽ ഇത് കണ്ടാൽ തന്നെ ഈ ഒരു ലേബലിംഗ് ഒറ്റപ്പെടും. കാരണം നമ്മൾ ആ ലേബലിംഗ് എന്നുള്ള വാക്കാണ്. അപ്പം ഈ പലപ്പോഴും ചില സ്കൂളുകളാണെങ്കിൽ പോലും എവിടെയാണെങ്കിലും ഇത്രയും വേഗം ഈ കുട്ടീനെ അങ്ങനെ മാറ്റുക, എന്നാൽ അവനെ ചേർത്ത് പിടിച്ച് നിർത്തി ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതിന് എഫേർട്ട് ഇടുന്നത് വളരെ കുറച്ചു പേരേ ഉള്ളൂ. കാരണം ഇതിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരിൽ നിന്ന് തന്നെ തുടങ്ങണം, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മുടെ മക്കളെ ഒന്ന് കേൾക്കുക, അവരെ കാണാന്ന് വെച്ചാൽ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് നീ കഴിച്ചു, അങ്ങനെയല്ല. അവരിൽ വരുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഒരു 10 വയസ്സ് അഡോളസെൻസ് എന്ന് പറഞ്ഞ ഒരു ഏജ്, കൗമാരം എന്ന് പറയുന്ന ആ ഒരു പ്രായം തുടങ്ങുമ്പോൾ അവനിൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ വരും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ഒറ്റയ്ക്ക് മാറിയിരിക്കുക, കൂട്ടുകാർ വന്ന് വിളിച്ചാൽ പോവാതിരിക്കുക, ഈ മാറ്റങ്ങൾ നമ്മൾ അറിയണം. അതോടൊപ്പം ഏറ്റവും അത്യാവശ്യമാണ് അവൻ പഠിക്കുന്ന സ്കൂളുമായിട്ടുള്ള നമ്മുടെ രക്ഷകർത്താക്കളുടെ ബന്ധം എന്ന് പറയുന്നത്. ഏറ്റവും പലപ്പോഴും രക്ഷകർത്താക്കൾ ഒന്ന് മാർഗ് ഒപ്പിടാനോ ഒക്കെ മാത്രമാണ് പോകുന്നത്. ആ നമ്മുടെ പഴയ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അടിക്കുകയൊക്കെ ചെയ്യായിരുന്നല്ലോ. അപ്പൊ പറയുന്നത് സാർ എന്താ ചെയ്തു, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, ഒറ്റ വാക്ക് അവിടെ. പിന്നെ ആ സാറ് ട്യൂഷൻ സെന്ററിലെ അധ്യാപകരാണ് അത് തീരും. ഇന്ന് നിയമങ്ങൾ കുറച്ചും കൂടി അവർ തന്നെ പേടിപ്പിക്കാനും ഒക്കെ തുടങ്ങി. ഇതിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ. ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് കൈ പിടിക്കുക എന്നുള്ളത്. നമുക്ക് അതുപോലെ തന്നെ ഇതിൽ പെട്ട കുട്ടികളെ നമുക്ക് മാറ്റി നിർത്താല്ല, അവരെയും കൂടി നമ്മളോട് ചേർത്ത് പിടിച്ചുകൊണ്ട്. കാരണം ഇതിൽ എല്ലാവരും വേണം. ഈ പറഞ്ഞ ഇവിടെ സൂചിപ്പിച്ച ഇതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ സാമ്പത്തികമോ ഒന്നും പ്രശ്നമല്ല. നമ്മൾ തിരിച്ചു വരാനായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരുമിച്ച് കൈകോർക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത്. കാരണം തിരിച്ചു വരാൻ പറ്റും, അതും അറിയണം. പലർക്കും അറിയത്തില്ല ഇതിൽ തിരിച്ചു വരവ് ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഈ മക്കളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനൊരു വിശ്വാസം കൊടുക്കണമെങ്കിൽ ഈ ഒത്തൊരുമ അത്യാവശ്യം തന്നെയാണ്. അജേഷ്, എന്താണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനകത്ത് നമുക്ക് ഒരു പറയാവുന്നൊരു പരിഹാരം? ഇതിന് പരിഹാരം നന്നായി തേടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞു, നമ്മുടെ പ്രസീത പറഞ്ഞപ്പോഴും തമ്പി പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞു. നമുക്കിത് യഥാർത്ഥത്തിൽ ഇത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ എന്താണ്, എങ്ങനെയാണിത് വാങ്ങുന്നത്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ആപ്പുകളുണ്ടെന്ന് പറഞ്ഞാൽ ആപ്പുകളിലൂടെയാണ് കോഡ് ഉപയോഗിച്ചാണ്, പലതരത്തിലുള്ള കോഡുകൾ ഉപയോഗിച്ചാണ് ഇത് വാങ്ങുന്നത്. അത് നമ്മുടെ പോലീസിനോ അല്ലെങ്കിൽ മറ്റു നിയമപാലകർക്കോ കണ്ടെത്താൻ കഴിയാത്ത, സൈബർ ഇടങ്ങളിൽ പോലും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഫോൺ നമ്പറില്ല, മറ്റു വിവരങ്ങളില്ല, ഒന്നുമില്ലാത്ത ആപ്പ്. അപ്പം അങ്ങനെയുള്ള ആപ്പുകളൊക്കെ നമുക്ക് നിരോധിക്കാൻ കഴിയണം. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ അകത്ത് അതിനൊക്കെ ഗവൺമെൻറ് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നന്നായി വിചാരിച്ചെങ്കിൽ
ഇത് ഇന്ത്യക്കകത്ത് പൂർണ്ണമായി മാറ്റാൻ കഴിയും. അതിനിപ്പോൾ തമ്പി നേരത്തെ പറഞ്ഞ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, എല്ലാ തുറമുഖങ്ങളും പ്രൈവറ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. മയക്കുമരുന്ന് മാത്രമല്ല, പല തരത്തിലുള്ള സംഭവവികാസങ്ങൾ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നുണ്ട്. അത് ഒന്നാണ്. മറ്റൊന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള റെമഡി റെസിഡൻ്റ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് റെസിഡൻ്റ് അസോസിയേഷൻ ഉണ്ട്. റെസിഡൻ്റ് അസോസിയേഷൻ 2 റെസിഡൻ്റ് അസോസിയേഷനാണ്. ആ 2 റെസിഡൻ്റ് അസോസിയേഷൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ആ വീടുകളൊക്കെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവിടെയുള്ള കുട്ടികളെയൊക്കെ നിരീക്ഷിച്ചിട്ടിരിക്കും. ഞാൻ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ വലിയൊരു സന്നാഹമുണ്ട്. റെസിഡൻ്റ് അസോസിയേഷൻ സെക്രട്ടറി ഉണ്ട്, പ്രസിഡൻ്റ് ഉണ്ട്. അവരെല്ലാം ആ അസോസിയേഷൻ്റെ അകത്തുള്ള വീടുകളുമായി നിരന്തരം ബന്ധപ്പെട്ടാണ് പോകുന്നത്. മുല്ലപ്പറമ്പ് റെസിഡൻ്റ് അസോസിയേഷൻ, വെസ്റ്റ് മാന്തര റെസിഡൻ്റ് അസോസിയേഷനൊക്കെ അവിടെയുള്ള ആളുകളുമായി ദൈനംദിനം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പോകാൻ. അപ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടാൽ നമുക്കവിടെ തിരുത്തിക്കാൻ കഴിയും, അത് മാറ്റാൻ കഴിയും. അപ്പോൾ അത് പൂർണ്ണമായി എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാൻ കഴിയും. റെസിഡൻ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലേക്ക് വേണം എന്നുള്ള മാറ്റണം, അല്ലെങ്കിൽ ഇതിന് എതിരായിക്കൊണ്ട് മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കും കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്കും അത് മാറ്റാൻ കഴിയണം. ഒന്ന്. മറ്റൊന്നുള്ളത് നമ്മളുടെ കുട്ടികളെ, ഇവിടെ പറഞ്ഞതുപോലെ കുട്ടികളെ നമ്മൾ കൃത്യമായൊരു സുഹൃത്ത് ബന്ധത്തിലേക്ക് നമുക്ക് പോകണം. കുട്ടികളുമായും അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് പല മാതാപിതാക്കളും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ വസ്തുതയാണ്. പിന്നെ നേരത്തെ ഇവിടെ പ്രസീത പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമായൊരു കാര്യമാണ്. മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അത് വസ്തുതാപരമായ കാര്യം. എനിക്കൊരു അനുഭവമുണ്ട്. ഒരു ദിവസം വീട്ടിൻ്റെ അകത്ത് ഒരു 9 അച്ഛനും 9 അമ്മയും വീട്ടിൽ വന്നിരിക്കാൻ, 9 പേര് 18 പേര് വീട്ടിൽ വന്നിരിക്കാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന ആളുകളാണ്. അവരാണെങ്കിൽ തൊട്ട് വീടിൻ്റെ അടുത്തൊരു പറമ്പുണ്ട്, അവിടെ ഇരിക്കുള്ളൂ, ഒരു കുഴപ്പമില്ല, എങ്ങും പോകണില്ല. പക്ഷെ പോലീസ് വന്നവരെ പിടിച്ചിട്ടുണ്ട് പോയി. ചോദിച്ചപ്പോഴത്തേക്കും മയക്കുമരുന്ന് ഉപയോഗിച്ചു. ഞങ്ങളുടെ പിള്ളേർ അത് ചെയ്യൂല, തീർത്തു പറയുകയാണ്. ഞാനപ്പോൾ തന്നെ ഓടി സ്റ്റേഷൻ, നമ്മൾ പണിയതാണല്ലോ, സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ SI ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും SI എന്നോട് പറഞ്ഞു, കാണിച്ചു തന്നു, അവരെ നിന്ന് പിടിച്ചിട്ടുണ്ടെന്ന് സാധനങ്ങൾ കാണിച്ചു തന്നു. ഇതാണ് പിടിച്ചിട്ടുണ്ടെന്നത്. അവരെ വിരൽപ്പാടുകളുള്ള സാധനങ്ങൾ വരെയുണ്ട്. കഞ്ചാവ് ഉൾപ്പെടിച്ചിട്ട് സിഗരറ്റ്, അതിൻ്റെ വിരൽപ്പാടുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ എല്ലായിടത്തും കൊണ്ട് വെച്ചേക്കാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നത്തിലാണ്, ഇങ്ങനെ ഉള്ള ആളുകളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവരെ കൂട്ടി വരാൻ പറഞ്ഞു. അവരെ കൂട്ടി ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരാശ്ചര്യപ്പെട്ടു പോയി മാതാപിതാക്കൾ. കാരണം SI അവരോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു പോയി. എന്താ കാര്യം? ഇവരെല്ലാം ഈ 9 മാതാപിതാക്കളുടെയും കുട്ടികൾ ഒരുമിച്ച് കൂട്ടുകാരാണ്. അവരെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അവരെല്ലാം ഒരാഴ്ചത്തെ ഒരു മാസത്തെ സാധനം മേടിച്ചുകൊണ്ടെന്ന് വെച്ചേക്കണേ. എൻ്റെ മനസ്സിലായി, എങ്ങും പോക്കില്ല, അവിടെ ഇരുന്നിട്ടാണ് ഈ പണി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, സ്കൂളിൻ്റെ അകത്ത് അധ്യാപകർ ശ്രദ്ധിക്കണം, പൊതുസമൂഹത്തിൻ്റെ അകത്ത് നമ്മളെപ്പോലുള്ള രാഷ്ട്രീയക്കാർ ഉണ്ടാവണം, നമ്മളെപ്പോലെ അതുപോലെ തന്നെ റെസിഡൻ്റ് അസോസിയേഷനിൽ ഇടപെടണം, ക്ലബ്ബുകൾ ഇടപെടണം, പൊതുസമൂഹത്തിൻ്റെ അകത്തുള്ള ഗവൺമെൻറ് ഇടപെടണം. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അതിനിപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതികളിലൂടെ നമുക്ക് പോകാൻ കഴിയണം. സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ട്. അതിലേക്കും നമുക്കെത്താൻ കഴിയണം. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ കൂടുതൽ വന്നത്, നമുക്കറിയാം, നമ്മുടെ ചർച്ചയിലുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സമയം ഒരു കുട്ടി എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് ചേട്ടാ ഒരു പ്രശ്നമുണ്ട്, അവരെന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് എന്നെ കണ്ടപ്പോൾ അവർ പോയി കളഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും താമരക്കുളം പാർക്കിൻ്റെ അവിടെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും മയക്കുമരുന്ന് ലോബിയാണ്. അവരവിടെ വരും. ആ ട്യൂഷൻ കഴിഞ്ഞ് വന്ന കുട്ടീനെ 2-3 കുട്ടികളിങ്ങനെ നോക്കി വെക്കും. അവരെ വിളിക്കും. അവരെ വിളിച്ചിട്ടും ഇവനെ വിളിക്കും, അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പറയും. ആ കടയിൽ പോയിട്ട് ഒരു സർവത്തൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് മേടിച്ചു കൊടുക്കും, പോകും. ഇവരെ സംബന്ധിച്ച് ഇവർ നോക്കുമ്പോഴത്തേക്കും കാശൊന്നും കൊടുക്കണ്ട, പോകും. പിറ്റേ ദിവസം ആ സൗഹൃദം പിറ്റേ ദിവസം ആകുമ്പോൾ അതിനേക്കാൾ ഉയർന്ന സൗഹൃദത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ ക്ലോസായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അവർ പിന്നീട് ആ മയക്കുമരുന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന രീതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേക പ്രവണത. അതിന് കുട്ടികളൊക്കെ
ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും കൂടി ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ഈ പൊതുസമൂഹം ലഹരി എന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ലോൺ സാറേ, നിയമം കുറച്ചുകൂടി കർക്കശമാക്കേണ്ടതുണ്ടോ സൊല്യൂഷൻ എന്നതിൽ? തീർച്ചയായിട്ടും ഇതിലൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ആളുകളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, ഇത് പോലീസിൻ്റെ, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ, പോലീസിൻ്റെ അല്ലെങ്കിൽ എക്സൈസിൻ്റെ അല്ലെങ്കിൽ നാഷണൽ ലെവലാണെങ്കിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ഇവരുടെയൊക്കെ ചുമതലയാണെന്നുള്ളൊരു ധാരണ. ഇപ്പം അത് മാറി തുടങ്ങിയിട്ടുണ്ട്. സഹ പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ ഇതൊരു കൂട്ടായ യജ്ഞമാണ് വേണ്ടത്. ഇത് ഏതെങ്കിലും ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആ ഫീൽഡിൽ നിന്ന് വന്ന ആളെന്ന നിലയിൽ ഒത്തിരി പരിമിതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ പ്രസ്തുത മാഡം ഞാനോട് സംസാരിക്കുകയായിരുന്നു ഏജിൻ്റെ ലിമിറ്റ്. അതായത് ഇപ്പോൾ ഈ ബാലനീതി നിയമം വെച്ചുകൊണ്ട് ഈ ബാലനീതി നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുട്ടികൾ ചെയ്യുന്ന ക്രൈം ഒരു വലിയ അഡൾട്ട് ചെയ്യണതിനേക്കാൾ ഗ്രീവിയസ് ആയിട്ടുള്ളതാണ്, അതിനേക്കാൾ ഒത്തിരി ക്രൂരമായിട്ടുള്ളതാണ്. അപ്പോൾ എന്നാൽ ഈ നിയമത്തിൻ്റെ ആ പരിഗണന വെച്ചുകൊണ്ട് ഇവരുടെ മേൽ ശക്തമായ നടപടികൾ എടുക്കാനും നിവൃത്തിയില്ല. അപ്പം അങ്ങനെ ഒരു വല്ലാത്ത അസന്നിഗ്ധാവസ്ഥയിലാണ് പോലീസും മറ്റുള്ള ഏജൻസികളും നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നിയമത്തിൻ്റെ പരിപാലനം അല്ലെങ്കിൽ അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൽ കാതലായ മാറ്റങ്ങൾ വേണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഈ പറയുന്ന നിയമ സഭകളിലും പാർലമെൻറ്റിലും നമ്മുടെ പൊതുപ്രവർത്തകർ, MP-മാരും MLA-മാരും എല്ലാം ശക്തമായിട്ട് അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആവശ്യമായ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിഗണന ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുതിയ നിയമ നിർമ്മാണം തന്നെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഇത് ഈ പ്രവർത്തിക്കുന്നതിൻ്റെ അവൻ്റെ കയ്യിൽ ടൂൾ വേണം. പോലീസിൻ്റെ കയ്യിലായാലും ഏത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്കായാലും ടൂൾ വേണം. ഈ ടൂൾ വെച്ച് അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് അനുയോജ്യമായ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർക്ക് അവരുടെ ഈ നിയമങ്ങളിൽ വരുത്തണം. രണ്ടാമത്തെ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ, ചെറുപ്പകാലങ്ങളിൽ നമുക്ക് വിശാലമായ പള്ളിക്കൂടത്തിൻ്റെ മുറ്റങ്ങളുണ്ടായിരുന്നു, ദേവാലയങ്ങളുടെ മുറ്റങ്ങളുണ്ടായിരുന്നു, അമ്പലമുറ്റങ്ങളുണ്ടായിരുന്നു. ഇവിടങ്ങളിലെല്ലാം നമ്മൾ ഈ കുട്ടികളെല്ലാം കൂടി വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് പന്ത് കളിക്കുകയും ഓടുകയും ചാടുകയും ചെയ്ത് അവരുടെ ശാരീരികമായിട്ടുള്ള ആ ഒരു ക്ഷമത വർദ്ധിക്കുകയും, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ മറ്റിതര കാര്യങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ഇത്തരത്തിലുള്ള ഈ മേഖലകളിലേക്ക് പോകാനുള്ള സാധ്യത കുറയും. ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ ഞാൻ ഈ കഴിഞ്ഞിടക്ക് മനസ്സിലാക്കിയതാണ്. നമ്മുടെ സംസ്ഥാനത്ത് മിക്ക സ്കൂളുകളിലും ഈ ഒരു കായിക അധ്യാപകൻ്റെ പോസ്റ്റ് ഇല്ലാത്ത സ്കൂളുകൾ അധികമാണ്. നമ്മളൊരു കണക്കെടുക്കുമ്പോൾ വളരെ നമുക്കതൊരു വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം അപ്പോൾ ഒരു കായിക അധ്യാപകൻ്റെ പോസ്റ്റിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ ഒളിഞ്ഞു കിടക്കുന്ന പലതരത്തിലുള്ള ഈ കായികപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ ഉത്തേജിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വിശാലമായ ഗ്രൗണ്ടുകൾ വേണം. ഇന്ന് പല ഗ്രൗണ്ടുകളും അങ്ങനെയുള്ള തുറസായ സ്ഥലങ്ങളെല്ലാം ഈ പറയുന്ന പോലെ തന്നെ എസ്റ്റേറ്റ് മാഫിയ അവരും എല്ലാം കൈയടക്കിക്കൊണ്ട് ഫ്ലാറ്റുകൾ വെച്ച് പോവുകയാണ്. ഞാൻ പറയുന്നത് ഒരു പ്രദേശത്ത് തീർച്ചയായിട്ടും ഒരു പർട്ടിക്കുലർ ഒരു ഏരിയ ഓഫ് പ്ലേ ഗ്രൗണ്ട് നമുക്ക് ആവശ്യമാണ്. നമുക്കെല്ലാം ഉണ്ട്, നമുക്ക് എല്ലാ വാഹന സൗകര്യമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിച്ചു വളരാനുള്ള അവരുടെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ നമുക്ക് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇത് ഒരേ സമയം പോകണം. ഇത് ലോ എൻഫോഴ്സ്മെൻറ്റ് ഒരു വശത്ത് പോകുമ്പോൾ ഇപ്പുറത്ത് പ്രസ്തുത മാഡം പറഞ്ഞ പോലെ തന്നെ കുടുംബങ്ങളിൽ നിന്നും തുടങ്ങി അവിടെ ശ്രദ്ധകൾ കൂടുതൽ കുട്ടികളിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ ചലനങ്ങളിൽ മാതാപിതാക്കളും അതുപോലെ തന്നെ മറ്റുള്ള പൊതുജനത്തിന് വരെ ഇടപെടാനുള്ള ഒരു സാഹചര്യം വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നിപ്പോൾ ഒരു കുട്ടി ഒരു പൊതു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു സിഗരറ്റ് വലിച്ചാൽ നമ്മൾ ചോദ്യം ചെയ്താൽ അവൻ അതിനെ എതിർത്ത് പറയും, താൻ ആരാന്ന് ചോദിക്കാൻ കഴിയും. ഈ സംഭവം ഈ കുട്ടിയുടെ വീട്ടിൽ നമ്മൾ എന്ന് പറയുന്നത് ചെന്നാലോ അവർ ഒരിക്കലും പ്രസിദ്ധ മാഡം പറഞ്ഞ പോലെ അംഗീകരിക്കില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവൻ്റെ സ്കൂൾ ബാഗിൽ നിന്ന് കഞ്ചാവ് പിടിച്ച് കുട്ടിയല്ല കോളേജ് ഇതാണ്, അതുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ഇവൻ്റെ വീട്ടിൽ പോലീസുകാരെ അയച്ച് അവരെ മാതാപിതാക്കളെ വരുത്തി ഈ കുട്ടികളെ കാണിക്കാതെ ഞാൻ ചോദിച്ചപ്പോൾ അജേഷിനോട് പറഞ്ഞ അതേ വർത്താനം തന്നെ അവരെന്നോട് പറഞ്ഞത്. ഒരു കാരണവശാലും സാറേ അവർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, ബിടെക്കിന് പഠിക്കുന്നവരാണ്. ബിടെക്കിന് പഠിക്കുന്ന 2 കുട്ടികളെ ഞാൻ അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിൻ്റെ കാടില്ലേ മറ്റേ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്.
അതിനുശേഷം ഈ കുട്ടികളെ വിളിച്ചു, അമ്മമാരെ വിളിച്ചു. രണ്ടുപേരെ അമ്മമാരാ വന്ന് സമ്മതിക്കില്ല അവർ. ഞാനുമായിട്ട് ഭയങ്കര തർക്കമാണ്. ഞാൻ പറഞ്ഞ റൈറ്റോട് പറഞ്ഞ ഇവരുടെ ബാഗ് എടുക്കാൻ പറയും. ബാഗ് എടുത്ത് തുറക്കാൻ പറഞ്ഞു. അവരെ കൊണ്ട് തന്നെ തുറപ്പിച്ചു, കുട്ടികളെ കൊണ്ട് തുറപ്പിച്ചു. ഞാൻ അന്ന് കഞ്ചാവായിരുന്നു. അപ്പോഴും അത് സമ്മതിക്കുന്നില്ല അവർ. അപ്പോൾ ഒരു അമ്മച്ചി അവരുടെ മകനെ ഒരടി വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം ഈ പിന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, അതായത് പോലീസ്, എക്സൈസ്, പൊതുപ്രവർത്തകർ, അതുപോലെ മറ്റെല്ലാവരും കൂടി ഒരേ ലക്ഷ്യത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി നിന്നാൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. അതിനുള്ള ശക്തമായ നിയമനിർമ്മാണം ആവശ്യമുള്ളിടത്ത് അതിൻ്റെ ആവശ്യമുണ്ട്. ശിവ, എന്താണ് ഒരു സൊല്യൂഷൻ താങ്കൾ കാണുന്നത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞ അഭിപ്രായത്തിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 10 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികൾ വരെ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കാൻ തുടങ്ങി. അതിന്റെ സോഴ്സ് ഇപ്പോൾ കൗൺസിലർ പറഞ്ഞതുപോലെ ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചു പറയുമ്പോഴാണ് ആ മാതാപിതാക്കൾ ആ മയക്കുമരുന്ന് ഉപയോഗത്തിന് അടിമയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ, അത് വളരെ ഗുണകരമായതിനേക്കാൾ അപകടകരമായ രീതിയിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഡ്രഗ്സിന്റെ വ്യാപനം കൂടിയത് 2024-25 കാലഘട്ടത്തിലാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതൊരു പ്രധാന ഘടകമാണ്. ആ ഓൺലൈൻ ക്ലാസ്സുകൾ ഉപയോഗിച്ച് വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അത് പല സ്കൂളുകളിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ഈ ഓൺലൈൻ സമ്പ്രദായം. പക്ഷെ അത് ചൂഷണം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. കാരണം മാതാപിതാക്കളോട് വഴക്കിട്ടിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് ഈ പഠനമുറി ഇരുട്ടുമുറിയായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ആ കൂട്ടത്തോടെ സുഹൃത്തുക്കൾ വരുമ്പോൾ ഒരു മുറി, അടച്ചിട്ട മുറിയിൽ അവർ പഠിക്കുന്നതിന് വേണ്ടി സ്റ്റഡി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായത്തിൽ പിതാവിനും മാതാവിനും എതിരഭിപ്രായം ഉണ്ടാകുന്നു. മാതാവ് ചിലപ്പോൾ അതിനെ തടയുമ്പോൾ പിതാവ് പറയും വേണ്ട, അത് വേണ്ട, അത് അവർ കൈകാര്യം ചെയ്തോട്ടെ എന്നുള്ളത്. അപ്പോ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്, ക്യാമ്പസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മുടെ UP തലത്തിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ പ്രധാന ഘടകം മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവാണ്. അപ്പോ ഇപ്പൊ ഈ പൊതുപ്രവർത്തകരായാലും ഏത് പൊതുമേഖലയിലായാലും വരുന്നതിനെ തടയാം, പക്ഷെ ഉപയോഗിക്കുന്നതിനെ തടയാൻ കഴിയില്ല. അതിന് നമ്മുടെ വീടുകളിലെ മാതാപിതാക്കൾക്കേ കഴിയുള്ളൂ. അപ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ വന്നു, കൗൺസിലർ വന്ന് പറയുമ്പോഴും അതിന് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിൽ നിന്ന് മാറണം, അംഗീകരിക്കാൻ കഴിയണം. അതുപോലെ തന്നെ മറ്റുള്ള ഉപയോഗിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിച്ച് സ്നേഹവാത്സല്യത്തോടു കൂടി അവരിൽ നിന്ന് അതിന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്കിതൊരു ഒരു വിധത്തിൽ ഇനി വരുന്ന തലമുറയിൽ ഉപയോഗിക്കാതെ നമുക്ക് കാത്തിരിക്കാൻ കഴിയും. വളരെ വിശദമായ ഒരു ചർച്ചയാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരിയുടെക്കെതിരെയുള്ള ജനകീയ പ്രതിരോധം എന്ന വിഷയത്തിൽ നടന്നത്. നമ്മുടെ പാനലിസ്റ്റുകളൊക്കെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ചു. തീർച്ചയായും ഇത് സമൂഹത്തിന് ഗുണകരമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നന്ദി പങ്കെടുത്ത എല്ലാവർക്കും.